24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഗോപു നന്ദില ജീമാർ തമ്മിൽ ബൈ SK. നിങ്ങൾ ഈ പരിപാടിയുടെ ടൈറ്റിൽ കാണുമ്പോൾ ആലോചിക്കുന്നുണ്ടാവും, സുന്ദരികളും സുന്ദരന്മാരും ഇത്തരം ഒരു സംവാദ വേദിക്ക് പറ്റിയ വിഷയമാണോ? ഇത് പറ്റിയ വിഷയമാണ്. ആരാണ് ഒരു സുന്ദരൻ, അല്ലെങ്കിൽ ആരാണ് ഒരു സുന്ദരി? പല ആൾക്കാരും പറയും ശാരീരിക സൗന്ദര്യമാണ്, അല്ലെങ്കിൽ തൊലി വെളുത്തിരുന്നാൽ മതി, അല്ലെങ്കിൽ 6 പാക്ക് ഉണ്ടാകണം, ഇങ്ങനെ പല അഭിപ്രായങ്ങളും പലരും പറയും. എന്നാൽ പെരുമാറ്റവും ആത്മവിശ്വാസവുമാണ് സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉദാഹരണത്തിന് കുറേ കാലം മുമ്പ് സാഹിത്യവാരഫലം എന്നൊരു കോളം കലാകൗമുദിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ പ്രൊഫസർ M. കൃഷ്ണൻ നായർ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി പക്ഷേ നാവ് തുറന്ന നല്ല പുളിച്ച തെറിയെ പറയൂ, അവൾക്ക് സൗന്ദര്യം ഉണ്ടാവുമോ? ഉണ്ടാകില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. കാര്യം പെരുമാറ്റവും ഇതിലേറ്റവും പ്രധാനമാണ്. അപ്പോൾ ഒരാൾ സൗന്ദര്യം സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഈ പരിപാടിയിൽ ചർച്ചാ വിഷയമാകും. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നവരാണ് 2021 മിസ്സസ് ഇന്ത്യ റണ്ണറപ്പും തേവര ടോണി ആൻഡ് ഗൈ മാനേജിംഗ് ഡയറക്ടറുമായ അച്യുത് രഞ്ജിത്ത്, 2019 മിസ് സൗത്ത് ഇന്ത്യയും മിസ് ക്വീൻ സൗത്തും മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പുമായ നികിത തോമസ്, 2026 മിസ് ഇന്ത്യ ഗ്ലാം വേൾഡ് വിന്നറും 2026 മിസ് ഗ്ലാം വേൾഡ് ഇന്റർനാഷണൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന പൗർണമി മുരളി, 2026 മിസ് ക്വീൻ കേരളയും മോഡലുമായ നിതിക സോനു, മോഡലും ആഡ് ഫിലിം ആർട്ടിസ്റ്റുമായ കീർത്തന ബിജു, സൗന്ദര്യശാസ്ത്രത്തിൽ ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ തജിനിസ് KS, സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് സീനത്ത് ഷെയ്ഖ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് VKS, 8 തവണ മിസ്റ്റർ ഇന്ത്യയും 15 തവണ ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ചാമ്പ്യനും 2014 മിസ്റ്റർ ഏഷ്യയുമായ അനസ് ഹുസൈൻ, 2022 മിസ്റ്റർ ഇന്ത്യ മോഡൽ ടൈറ്റിൽ വിന്നർ വൈഭവ് M. വാര്യർ, 2013 മാൻ ഓഫ് ദ ഇയറും 2019 മിസ്റ്റർ പേഴ്സണാലിറ്റി ഓഫ് മിസ്റ്റർ കേരളയുമായ സൽമാൻ ദൗലത്ത്, നടനും മോഡലുമായ തോമസ് ഗൈഡൻ, പ്ലാസ്റ്റിക് സർജനും ബോഡി സ്കൾപ്ചറുമായ ഡോക്ടർ അനൂപ് G. മോഹൻ, പീഡിയാട്രിക് ഡെന്റിസ്റ്റും ഫേഷ്യൽ ആർക്കിടെക്റ്റുമായ ഡോക്ടർ ജോയി കുര്യൻ, ലാപ്ടോ യോഗ അംബാസിഡറും വേൾഡ് റെക്കോർഡിസ്റ്റുമായ സുനിൽകുമാർ SV. ഹായ് അശ്വതി. അപ്പൊ നമുക്ക് ഈ കാലം മാറുന്നതിനനുസരിച്ച് സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറും. പിന്നെ വിപണന സാധ്യതകളും ഒക്കെ ഈ സൗന്ദര്യം അല്ലേ, പിന്നെ സമൂഹമൊക്കെ നിശ്ചയിക്കും. ഇപ്പൊ ഈ താങ്കളുടെ സ്ഥാപനം എന്താണ്? സലൂണാണ്. ഈ രംഗത്തേക്ക് ഒരുപാട് പുതിയ വനിതകളും പുരുഷന്മാരും ഒക്കെ കടന്നു വരുന്ന ഒരു കാലമാണ് അല്ലേ? അങ്ങയുടെ ദൃശ്യത്തിൽ ആരാണ് ഒരു സുന്ദരി? എന്റെ അഭിപ്രായത്തില് നമ്മൾ നോക്കുന്നവരുടെ കണ്ണിലാണ് സൗന്ദര്യം. അപ്പൊ എനിക്ക് ഒരാൾക്ക് ഭംഗി തോന്നി വിചാരിച്ച അടുത്തൊരാൾക്ക് തോന്നണം എന്നില്ല. അപ്പൊ നോക്കുന്നവരുടെ കണ്ണിലാണ് സൗന്ദര്യം. അത് മാത്രമല്ല, ബാഹ്യമായിട്ടുള്ള ഒരു സൗന്ദര്യം മാത്രം കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ആന്തരികമായിട്ടുള്ള സൗന്ദര്യത്തിനും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എത്ര ഭംഗിയുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവര് പെരുമാറ്റം ശരിയല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇഷ്ടം തോന്നില്ല. അത് മാത്രമല്ല, എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണ്. പക്ഷെ എങ്ങനെ നമ്മളെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതിപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ചേരുന്ന, നമ്മുടെ ഫേസിന് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡി സ്ട്രക്ചറിന് ചേരുന്ന ഒരു ഡ്രസ്സ് ഇടുക, അതുപോലെ ഈവൻ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് വന്നാൽ തന്നെ സൗന്ദര്യമായി. ഓക്കെ. ഇപ്പൊ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ മത്സരത്തിൽ നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ അവിടെ ഒരു വിധികർത്താക്കളുടെ സംഘം ഉണ്ടാകും, അല്ലെ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും, ബുദ്ധിപരമായ മറുപടിയാണോ പറയുന്നതെന്ന് അവർ ആലോചിക്കും. അപ്പൊ ഇതെല്ലാം ഒരു ഒരു മിസ് വേൾഡിന് മിസ് ഇന്ത്യ ഒക്കെ തിരഞ്ഞെടുക്കാൻ കാരണമാവും. മിസ്സസ് ഇന്ത്യ ആയാലും അത് തന്നെ വേണ്ടി വരും. അപ്പോ എന്താണ് താങ്കൾ അവിടെ വെച്ചപ്പോൾ സുന്ദരിയെ കുറിച്ച് ആലോചിച്ചത്? ഏറ്റവും പ്രധാനം കോൺഫിഡൻസും പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അത്രയും സമയമാണ് നമ്മുടെ കയ്യിലുള്ളൂ. ആ ഒരു ടൈമിൽ നമ്മുടെ ബെസ്റ്റ് നമ്മൾ കൊടുക്കുക. അതിൽ കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻ റൗണ്ടിൽ പ്രത്യേകിച്ചും പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. നമ്മളിപ്പോ എത്രയൊക്കെ പഠിച്ചിട്ട് പോയാലും ആ ഒരു സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ കൊടുത്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ പുറമേ ഉള്ള ഒരു സൗന്ദര്യം മാത്രമല്ല അവിടെയും ഇപ്പൊ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പൊ പാജൻസിലൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി. എല്ലാം നോക്കും, ബ്രില്യൻസും സ്റ്റേജ് പ്രസൻസും എല്ലാം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കുക, കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ. അനസ് ഹുസൈൻ്റെ ഡീറ്റെയിൽസ് വായിച്ച എൻ്റെ നാവ് തന്നെ തളർന്നുപോയി അല്ലേ? താങ്കളുടെ സൗന്ദര്യത്തിൽ, താങ്കളുടെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ ആരാണ് ഒരു സുന്ദരൻ? സാറത് പറഞ്ഞേനു ഉള്ള ഉത്തരം. എങ്കിൽ പോലും ഇപ്പൊ എന്റെ ഒരു ഫീൽഡ് വെച്ച് നോക്കണമെങ്കിൽ എനിക്ക് മുഖം എന്റെ ഫീൽഡില് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. ആ കഴുത്തിന് താഴോട്ടുള്ള ഒരു മസിൽസിലാണ് ഇല്ല. ഞാൻ പോലും ഇപ്പോ കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യണ സമയത്ത് കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ എന്റെ ശരീരത്തിലെ മസിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് മാത്രമേ
എനിക്ക് തോന്നുന്നു സൗന്ദര്യത്തിന്റെ ഒരു പാട്ട് മാത്രമാണ് എന്റെ ഫീൽഡ്. ശരീര സൗന്ദര്യം. അതിനപ്പുറത്തോട്ട് മത്സരത്തിലോട്ടേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടി എക്സ്ട്രാ ഓർഡിനറി ആവും. ഒരു പക്ഷേ ഇവിടത്തെക്കാളൊക്കെ ഞാൻ കോമ്പറ്റീഷൻ സമയത്താണെങ്കിൽ ഇവിടെ ഇരിക്കുന്നേക്കാൾ കൂടുതലൊക്കെ വലിയ മസിൽസും വലിയ വോളിയം ഒരു പക്ഷേ ഷർട്ടും ഈ ഷർട്ടും അല്ലെങ്കിൽ ഇടാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടൊക്കെ ഞാൻ മാറും. അതെങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത്? അതെ, എല്ലാം ഉണ്ട്. എല്ലാം കോമ്പറ്റീഷൻ ആവുമ്പോ ഏറ്റവും കൂടുതൽ ഓടുന്ന ഒരാള്, വേഗത കൂടിയ ഒരാൾ. അന്തിമ റിസൾട്ട് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈക്വൽ മസിൽസ് കോമ്പിനേഷൻ. അതായത് നമ്മളെ ഇപ്പൊ വി ടാപ്പർ, അതുപോലെ അപ്പർ ബോഡിയുടെ വലിപ്പം, മസ്കുലാരിറ്റി, വിസിൽ, ഈ ഭാഗം വേണ്ട, അത് ഇമ്പോർട്ടന്റ് അല്ല. അത് തന്നെ വലിയൊരു സ്പോർട്സ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അവിടെ വെളുപ്പോ കറുപ്പോ ഇല്ല എന്നുള്ളതാണ്. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ബാക്കിയുള്ള ഏതൊരു ഫീൽഡ് നോക്കിയാലും വെളുത്തവർക്ക് കുറച്ചും കൂടി പോസിറ്റീവ് കാണിക്കാം, ഞാൻ എന്റെ അറിവിലാണ്. ഇതിൽ ആ ഒരു സംഭവം ഇല്ല. എല്ലാം ഈക്വൽ ആയിട്ടുള്ള ഒരു മസിൽ നല്ല ബ്യൂട്ടി ഉള്ള ഒരാള് ഫസ്റ്റ് ആയിട്ട്. താങ്കൾ ഒരു മത്സരത്തിനൊക്കെ പോവാണല്ലോ ഇപ്പൊ, അതെ അല്ലേ? എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്? എന്റെ കോളേജിലായിരുന്നു ഓഡിഷനായിട്ട് അവർ വന്നത്, രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ്. അപ്പൊ അവിടെ ഒരു ഓഡിഷനായിട്ട് വന്നു. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചൊന്ന് പോയി. അപ്പം അന്ന് ആ ഓഡിഷന് സെലക്ഷൻ ആയി. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു വർഷത്തോളമായി ഞാനിപ്പം ചെയ്യുന്നു. 5 പാജൻസ് ചെയ്തു ഈ ഒരു വർഷക്കാലം കൊണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ എന്തുവാ പ്രിപ്പറേഷൻ എടുത്തിരിക്കുന്നത്? കുറെ പ്രിപ്പറേഷൻ ഉണ്ട്, മാസങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫിസിക് അതിന്റെ ഒരു പാർട്ടാണ്, സ്കിൻ കെയർ. അതേപോലെ തന്നെ നമ്മളുടെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോസ്റ്റ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി കുറെ കാലമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഓൾ കംസ് ഔട്ട് റിയലി വെൽ. ഈ മിസ് ഗ്ലാം ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ എന്താ സംഭവം? അതെ, അത് കുറെ വർഷമായിട്ട് പെഗസിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ചെയ്യുന്നത്. കുറെ ഡിഫറെന്റ് കൺട്രീസിൽ ആൾക്കാർ വരുന്നുണ്ട്. റഷ്യ, ബ്രസീൽ, ഫ്രാൻസ് എന്നിങ്ങനെ കുറെ രാജ്യങ്ങളിൽ നിന്ന് അവരും കുറെ പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരു പാജന്റ് ആണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ റിയലി ഡിഫിക്കൽട്ട് കോമ്പറ്റീഷൻ ആൻഡ് ഐ റിയലി ഹോപ്പ് ഐ കൻ മേക്ക് ഇന്ത്യ പ്രൗഡ്. ഈ പ്രാവശ്യം ഇന്ത്യൻ ആയിരിക്കും പ്രതിനിധീകരിക്കുന്നത്. അവിടെ ബുദ്ധി പരീക്ഷണം ഉണ്ടോ? ഓ, തീർച്ചയായിട്ടും. ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ആയിട്ടും പിന്നെ അതല്ലാതെ സ്റ്റേജിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. താങ്കൾ ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്? ഞാനിപ്പം BBA ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞു, ഇന്നലെ ഗ്രാജുവേറ്റ് ചെയ്തു. ഓക്കെ, നന്നായി വരട്ടെ, ഇന്ത്യ പ്രതിനിധീകരിക്കട്ടെ. താങ്കളുടെ ഒരു അഭിപ്രായം? എനിക്ക് തോന്നുന്നു നികിത മത്സരത്തിനൊക്കെ കുറെ പോയിട്ടുള്ളതാണല്ലോ. അപ്പൊ നികിത ഈ മത്സര റിസൾട്ട് വെച്ച് ആലോചിക്കുമ്പോൾ ഈ സൗന്ദര്യ സങ്കല്പങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുക. ഇപ്പൊ മാത്രമല്ല, പുതിയ ഒരുപാട് ആൾക്കാർ ഈ രംഗത്തേക്ക് വരുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ പറയും, ഇപ്പൊ ഒരു ആണാണെങ്കിൽ ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടാവണം നമ്മൾ പറയണം, പെണ്ണാണെങ്കിൽ ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടാവണം, സൗന്ദര്യം ഉണ്ടാവണം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും ഉപരി ഒരു വ്യക്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു പാജന്റിന് പോവാണെങ്കിലും നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സോ ഇട്ടിരിക്കുന്ന മേക്കപ്പിനെ കാട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ പ്രസൻസ് നമുക്ക് കാണിക്കാൻ പറ്റും, നമ്മുടെ സ്റ്റേജ് പ്രസൻസ്, നമ്മുടെ ഓറ നമ്മൾ പുറത്തേക്ക് കാണിക്കാൻ പറ്റും. അതാണ് ജഡ്ജസിനും ഏറ്റവും കൂടുതൽ. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ ഇപ്പൊ ഒരു ആള് നമ്മൾ കേറി വരുമ്പോ അതെ, അവരുടെ ഒരു പോസ്ചറാണ് വരുന്നത് തോന്നണം. അതെ അതെ, അത് ഡെഫിനറ്റ്ലി അത് സ്റ്റാൻഡ് ഔട്ട് തന്നെ ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നു അത് നമുക്ക് എത്രത്തോളം പോർട്രേ ചെയ്യാൻ പറ്റുന്നു, അത് നമ്മുടെ ഇപ്പം എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ മാത്രമല്ല, ഹൗ യു ആർ ആസ് എ പേഴ്സൺ ഓൾസോ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഹൗ യു ആർ ആസ് എ പേഴ്സൺ ആൻഡ് ഹൗ യു ട്രീറ്റ് അതേഴ്സ്, അതൊരു സൗന്ദര്യത്തിന്റെ ഒരു ഏറ്റവും വലിയ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും കാലത്തെ മത്സരത്തിലെ ഏറ്റവും സന്തോഷം പകർന്ന നിമിഷം ഏതായിരുന്നു? അത് ഞാൻ ഡെഫിനറ്റ്ലി മിസ് സൗത്ത് ഇന്ത്യ ജയിച്ചപ്പോ ഉള്ള ഒരു ഇതായിരുന്നു. പിന്നെ ആ വേദിയിൽ തന്നെ തിരിച്ചു വന്ന് ജഡ്ജായി വരാനും ഗസ്റ്റായി വരാനൊക്കെ അതെ. ഓക്കെ, വൈഫാരിലെ അങ്ങയുടെ ഓറയുടെ അവസ്ഥ എന്താണ്? നമ്മള് ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കും, പല ആൾക്കാരും ഇത് എവിടെ ഇരിക്കുക ഓറ എന്നുള്ള ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടിയാ. അത് ആൾക്കാരെ കണ്ണ് പോലെ ഇരിക്കും, നമ്മൾ എങ്ങനെയാണ് ഒരാളെ കാണുന്നത് അതുപോലെ. മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ വിന്നറാണ് അല്ലേ? ഞാൻ മോഡലിംഗിലാണ് ഇന്ത്യ വിന്നർ. ഇതിനും 6 പാക്കൊക്കെ വേണോ? അതൊരു പോസിറ്റീവ് ആണ് ഡെഫിനറ്റ്ലി. നമ്മള് ആക്ച്വലി ഒരു ഫിറ്റ്നസ് കോച്ച്. തല വേണ്ടെന്ന് പറഞ്ഞു, ബാക്കിയൊക്കെ തല തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഇവൻ ചേട്ടന്റെ പ്രൊഫഷനിൽ നമ്മൾ ബോഡി ബിൽഡിംഗ് ചെയ്യാനും നല്ലപോലെ തല വേണം. തല നമുക്ക് ആ മസിൽസിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ പണിയെടുക്കാൻ വേണ്ടി അതിനൊരു ബുദ്ധിയില്ല ഉദ്ദേശിച്ചേ അല്ലല്ലേ? ഇമ്പോർട്ടന്റ് അതാ. ആദ്യം തന്നെ നമ്മൾ അതിന് മനസ്സിടണം. ലുക്കില്ലെങ്കിൽ ബുദ്ധിയുണ്ട് അല്ലേ? ഓക്കെ, റെഡി. അതിന് മനസ്സിടണം. എങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ചെയ്യാന്നുള്ളതിന് അതിൽ എക്സ്പേർട്ട് ആവാന്ന് പറയണം, അതിന് ഒരുപാട് ബുദ്ധി വേണം. ഓക്കെ, നമ്മള് വെറുതെ പിടിച്ചു നിക്കല്ലോ നമ്മൾ ചെയ്യാം. ഒരു 8 തവണ ഒക്കെ നമ്മള് ഒരു കോമ്പറ്റീഷൻ ജയിക്കുക, മിസ്റ്റർ ഇന്ത്യ. അപ്പൊ അതിന് നമുക്ക് തീർച്ചയായിട്ടും നല്ല ബുദ്ധി തന്നെ വേണമല്ലേ? ഓക്കെ,
എനിക്ക് തോന്നുന്നത് ഈ സുന്ദരിമാരെ കൂടെ ഇരുത്തിയതിൽ ടെൻഷൻ വല്ലതും ഉണ്ടോ? ഇല്ല ഒരിക്കലും ഇല്ല ഇല്ല. ഓക്കെ. അല്ല, ഈ ശരിക്കും പറഞ്ഞാൽ ഈ വിപണന മൂല്യം ഒക്കെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ നിങ്ങൾക്കൊരു നല്ല റോളുണ്ട് അല്ലേ? ഒരാളെ കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞാൽ അയാളെ നേരെയാക്കുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ കയ്യിലിരിപ്പ്. അതെ, അവര് നേരെയാക്കുക മാത്രല്ല, ഇപ്പൊ അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുകയാണ്. ഒരിക്കലും ഇപ്പം ഓരോരുത്തർക്കും ഇപ്പൊ സാറിന്റെ റിക്വയർമെന്റ് അല്ലായിരിക്കും ഇവരുടെ റിക്വയർമെന്റ്. അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ മത്സരത്തിനൊക്കെ പോകുന്ന പെൺകുട്ടികള്, യുവതികള് എന്താ നിങ്ങളോട് ആവശ്യപ്പെടുക? എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുക ഒരു കോൺഫിഡൻസ് ആണ് അല്ലെ? അപ്പൊ ആ ഒരു ധൈര്യം കിട്ടുക അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ്. അതിപ്പോ ഏത് സ്കിൻ ടോണിലുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് അവരുടെ സ്കിന്നിൽ തന്നെ ഒരു വിശ്വാസം ഉള്ളപ്പോഴാണ് അവർക്ക് ആ ഒരു ധൈര്യം വരിക. അപ്പം കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്കിൻ ടോൺ ആണോ? സ്കിൻ ടോണിൽ തന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും അതാത് സ്കിൻ ടോണിൽ നിന്നുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യുക. അപ്പൊ അവർക്കൊരു ഒരു ഭയങ്കര ഒരു കാണുമ്പോൾ അയ്യേ ഇന്ന് ഈ കുട്ടിയെ വിത്തൗട്ട് മേക്കപ്പിൽ എങ്ങനെ നമ്മൾ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ ഞാനായിരുന്നു അവരുടെയൊക്കെ മേക്കപ്പ് ചെയ്തിരുന്നത്. അതെ, അപ്പൊ അന്ന് ഞാൻ അവരെ കണ്ടത് വെറും ബ്യൂട്ടി മാത്രമല്ല അവർ കാണുന്നത്, അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇത്രയും വലിയൊരു സ്റ്റേജിൽ നിൽക്കുക, ഇത്രയും പേരോട് മത്സരിക്കുക. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് മേക്കപ്പിൽ കൂടെ കൊടുക്കാൻ പറ്റുന്നത് നമുക്കൊരു ചെറിയൊരു സപ്പോർട്ടാണ് അവർക്ക്. ഓക്കെ. ഇപ്പൊ താങ്കളുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ താങ്കൾ ശ്രദ്ധിക്കുന്നത് ഈ പുറംമേനിയിലാണോ? എന്താണ് ഒരു കോൺഫിഡൻസ് വരുത്തുന്നത്? അതോ അവരുടെയും കൂടെ പ്രശ്നമാണ്? പുറമേനി മാത്രമല്ല സർ, ഇപ്പൊ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രമല്ലല്ലോ. ഇപ്പൊ നല്ലൊരു പാത്രത്തിൽ നന്നായിട്ട് അത് സെർവ് ചെയ്യുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മേക്കപ്പ് വെറും നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ഒരു എൻഹാൻസിങ് ഉണ്ടല്ലോ, ഒരു ധൈര്യം. നേരത്തെ പറഞ്ഞ ഓറ. അപ്പൊ ആ ഒരു ഓറ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ മേക്കപ്പ് സഹായിക്കും. അതാണ് ഞാൻ ആളെ തിരിച്ചറിയാൻ പറ്റാവൂ? ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഈ കുട്ടികൾക്കായിരുന്നാലും ഇവൻ സാറിനായിരുന്നാലും മേക്കപ്പ് വേണമ്പോൾ എത്രത്തോളം ഗോ ഫോർ എ നാച്ചുറൽ ലുക്ക്. അതായിരിക്കും അതെ, സിറ്റുവേഷൻസ് റിക്വയർമെന്റ്സ് അനുസരിച്ച്. ഞാനും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അല്ല. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഫിലിമിൽ കേറുക അതായിരുന്നു. അല്ല, അഭിനയിക്കാൻ ഒരു 8 years ആയിട്ട് ഫിലിമിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ആഡ് ഫിലിംസും ഉണ്ട്, മൂവീസ്. സിനിമയിൽ കേറിയിട്ടുണ്ട്. ഇല്ല. അല്ല, സിനിമ ഓൾറെഡി ഒരു മലയാളം മൂവി റിലീസ് ആയിട്ടുണ്ട്. ഇപ്പോ തെലുങ്ക് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബ്യൂട്ടി, നമ്മുടെ സ്റ്റൈല്. ഇവൻ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഹെയർ സ്റ്റൈല് പോലും ആണെങ്കിലും നമുക്ക് അല്ലല്ല, ഇത് ഒരു ആഡിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഒരു ലുക്ക് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കുറെ നാൾ പോവാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വരുന്ന വർക്ക്സിന്റെ അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ബ്യൂട്ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്റ്റൈല്, പ്രസന്റേഷൻ ആള് പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു, എന്റെ പേഴ്സണൽ അഭിപ്രായത്തില് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ല. നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ അയാളുടെ സ്വഭാവം ഒന്നും നമുക്ക് അറിയില്ല. ഏതൊരാളാണെങ്കിലും നോക്കുന്ന ബ്യൂട്ടിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെങ്കിലും ഓക്കെ ആണോ, അതല്ലേ? അപ്പൊ ഏതൊക്കെ ടൈപ്പ് ക്യാരക്ടറാണ് താങ്കൾക്ക് ചെയ്യാൻ താല്പര്യം? ഞാൻ ഈ എല്ലാ പ്രൊഡ്യൂസർമാരും കണ്ടോണ്ടിരിക്കുകയാണ്, രക്ഷപ്പെടണമെന്ന്. എനിക്ക് കുറച്ച് നെഗറ്റീവ് റോൾസ് ചെയ്യാനാണ് കണ്ടോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള, എനിക്ക് പേഴ്സണലി കുറച്ച് നെഗറ്റീവ് റോൾസ് ചെയ്യാനാണ് ഇഷ്ടം. എന്റെ ലുക്ക് വെച്ചിട്ട്. അതെ, ഒരു വില്ലത്തി ക്യാരക്ടർ എനിക്ക് വരുന്ന സീരിയലിൽ എന്റെ ഫേസും ഈ ലുക്കും കണ്ടിട്ടായിരിക്കും തോന്നിയില്ല. സംവിധായകന്മാർ തല ഉലുക്കുന്നുണ്ട് ഇപ്പൊ. ഓക്കെ. അപ്പൊ താങ്കൾ എങ്ങനെയാ? എല്ലാ മനുഷ്യന്മാരും സൗന്ദര്യമുള്ളവരാണ്, പക്ഷെ എല്ലാവരും അട്രാക്റ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം താങ്കൾ അഭിനയിക്കാൻ പോയപ്പോ ഈ ഓറ ഉണ്ടോ എന്ന് അന്വേഷിച്ചായിരുന്നു. എന്താണ് ഈ ഓറ ഉദ്ദേശിക്കുന്നത്? ലൈക് എനർജി ആണോ? എനിക്കറിയത്തില്ല എന്താണ്. എനിക്ക് ചേട്ടനെ കണ്ടപ്പോ ഓരോ ഓറയും തോന്നിയില്ല. സന്തോഷത്തോടു കൂടി നിങ്ങൾ വ്യായാമം ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ സന്തോഷത്തോടു കൂടി വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓറ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ മെഡിറ്റേഷനിലൂടെ ഓറ ക്രിയേറ്റ് ചെയ്യും. സൂര്യപ്രകാശം ഓറ ഒരു എനർജി ഓറ, അത് കാണാനൊന്നും പറ്റില്ല. ഞാനൊരു എക്സാമ്പിൾ പറയും. ഇപ്പൊ നമ്മൾ സിനിമ കാണുമ്പോ ചില ആൾക്കാർ, ഇപ്പൊ നമ്മളൊരു സിനിമ കാണുമ്പോ ചില ഹീറോസിനെ കാണുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നും, ഒരു രസം തോന്നും. അതെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കാണുമ്പോ ഒരൊറ്റ പേഴ്സൺ ചിലപ്പോ ഓറ കണക്ഷൻ ആയിരിക്കാം. എനിക്ക് കണക്റ്റഡ് ആവണ ഓറ ഡിഫറെന്റ് ആയിരിക്കും. അതാ പറഞ്ഞേ, നിങ്ങൾക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷെ സൗന്ദര്യം അറിവില്ലാന്നേ പറയുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ സൗന്ദര്യത്തെ എന്തുമാത്രം ഡിഫൈൻ ചെയ്യുന്നു, എന്തുമാത്രം നമ്മൾ അറിയുന്നു, അതനുസരിച്ച് ഓരോ ആൾക്കാരുള്ള, ഇപ്പൊ ഈ ഇരിക്കുന്ന 8 പേരില്
ഓരോ രീതിയിലായിരിക്കും നമ്മൾ ഓരോരുത്തരും കാണുന്നത്. എല്ലാവരും ഭംഗി different ആണ്. അല്ലെ, ഭംഗി എല്ലാവരും അല്ലേ? different അത് ആണ്. ഓരോരുത്തർക്കും ഓരോ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാണുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ, ഇപ്പം SKനെ കാണുമ്പോഴത്തേക്ക് SK നീല ഷർട്ട് ഇട്ട് വരുന്നു, ആ നീല ഷർട്ട് ചേട്ടന്റെ മുഖത്തിനെ കുറച്ചുകൂടെ ഗ്ലോ ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഒരു ഡൾ കളർ ഷർട്ട് ആ രസമുണ്ടല്ലോ, അത് ഓറയല്ല, അത് രസമാണ്. ചേട്ടൻ എങ്ങനെ ചേട്ടൻ ക്യാരി ചെയ്യുന്നു എന്നുള്ളതിന്റെ രസത്തിലാണ് ഈ ഓറേനെ ഡിഫൈൻ ചെയ്യാൻ തോന്നുന്നു. നമ്മൾ എത്ര കോൺഫിഡന്റ് ആയിട്ട് ഒരു സ്റ്റേജിലേക്ക് കയറി ചെല്ലുമോ, അത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജിയാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. അത് കാണുന്നവർക്ക് അത് ഫീൽ ചെയ്യും. ഓരയ്ക്ക് എന്തുകൊണ്ട് രസമായിക്കൂടാ, അല്ലെങ്കിൽ രസത്തിന് എന്തുകൊണ്ട് ഓര ആയിക്കൂടാ? ഒരാളെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇയാൾ കൊള്ളാം എന്ന് തോന്നുന്നത് നമ്മൾ അയാളെ കാണുമ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിനെ ജഡ്ജ് ചെയ്തിട്ടാണ് നമ്മൾ. അങ്ങനെ ഒരിക്കലും നമുക്ക് അയാളെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി വെച്ച് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ പറയുന്ന ആളെ നമ്മൾ പേഴ്സണലി അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അയാളുടെ ഓറ ചിലപ്പോൾ പോയെന്നൊക്കെ ഇരിക്കും. എങ്ങനെ അയാളുടെ പേഴ്സണാലിറ്റി അറിയുമ്പോഴത്തേക്കും, എന്നാലും സ്റ്റിൽ അയാൾക്ക് ആ ഭംഗി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഭംഗിയല്ല ഓറ, നമുക്ക് അവരുടെ എനർജി ഫീൽ ചെയ്യണം. ഇപ്പൊ രസം എന്ന് പറഞ്ഞാൽ എനർജി ഫീൽ ചെയ്യുന്നത്, എത്ര എനർജി ഉണ്ടെന്ന് പറഞ്ഞേ. ഇപ്പൊ നല്ല സൗന്ദര്യമുള്ള ഒരാൾ ഒരു സ്റ്റേജിലേക്ക് കയറി വന്നു എന്ന് വിചാരിച്ചു നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷെ അത്രത്തോളം ഇപ്പൊ ബാഹ്യമായിട്ട് അത്ര ലുക്ക് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ കയറി വരുന്ന ഡിഫൈൻ ചെയ്യോ? അതല്ല ലുക്കിന്റെ അല്ല ഞാൻ പറയുന്നത്, കയറി വരുമ്പോൾ ഉള്ള അയാളുടെ ഒരു വാക്കിംഗ് സ്റ്റൈല്, അയാൾ നിൽക്കുമ്പോൾ ഉള്ള പോസ്റ്റേഴ്സ്, അതുപോലെ അയാളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ്, അയാളുടെ മുഖത്തുള്ള സ്മൈല്, നമ്മൾ നേരെ നോക്കി സംസാരിക്കുമ്പോൾ ഉള്ള അയാളുടെ കണ്ണിലുള്ള ഒരു കോൺഫിഡൻസ് ശരിക്കും നമുക്ക് മനസ്സിലാവും. ഒരു റൂമിലേക്ക് ഒരു 4 പേര് കയറി വന്നാല് 4 പേരും വ്യത്യസ്തരാണ്. അതിൽ ഒരാൾക്ക് ഈ പറഞ്ഞ എനർജി കൂടുതലായിരിക്കും. 4 പേർക്ക് ഒരേ ഓറ ഫീൽ ചെയ്യോ? 4 നാലായിരിക്കും. ആ 4 രീതി നമ്മൾ ഫീൽ ചെയ്യുന്നത് 4 രസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. 4 അറിവുകളും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൽമാൻ എന്ന വ്യക്തി കയറി വരുമ്പോഴത്തേക്കും പുള്ളിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്താണ്? ഹൈറ്റ് തന്നെയാണല്ലേ? എന്ന് വെച്ചാൽ ഹൈറ്റ് ഉള്ള എല്ലാവർക്കും ആ ഒരു ഭംഗി ഇന്നിപ്പോ ഒരാളിവിടെ വേദിയിലോട്ട് കിടന്നു വരുമ്പോ അയാൾക്ക് ഉണ്ടാവുന്ന ഉള്ളിലുള്ള അയാളുടെ കംഫർട്ടബിലിറ്റി ആൻഡ് കോൺഫിഡൻസ്, ആൾ എത്ര കണ്ടന്റ് ആണ്, അതിനനുസരിച്ചിട്ടാണ് ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്. അത്രയും ഒരു യൂണിറ്റ് ഓഫ് പീപ്പിൾക്ക് ആ ഒരു പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ചില ആൾക്കാർ ഉള്ളിലൊരു കൺഫ്യൂഷൻ, ഒരു ബുദ്ധിമുട്ട്, ഒരു അണ്ടർസ്റ്റേറ്റ്മെന്റ്, അവരെ പറ്റി സ്വന്തം ഉള്ളവർക്ക് അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു രസം അല്ലെങ്കിൽ ഒരു ഓറ whatever അത് തോന്നിയിരിക്കാം. നമുക്ക് ഒരിക്കലും ഒരു ആഡ് ഓൺ ദർ ഓറ എന്ന് പറയുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. അപ്പൊ അതൊരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ് ഓറ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ്. അതിനെ ജനറലൈസ് ചെയ്തിട്ട് ഓറ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഓൾ ഓഫ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത് ഓറ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്ന. ഒരാൾക്ക് ഓറ മനസ്സിലാക്കാനോ അയാൾക്ക് ഒരു സ്റ്റെബിലിറ്റി വേണം. ഓറ ഈസ് അഗൈൻ ഡിഫറെന്റ്. ഇപ്പം പുള്ളിക്കാരിക്ക് വളരെ നല്ലൊരു ഓറ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി കൊണ്ട് ഉണ്ടാവുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അഗൈൻ യു കനോട്ട് സൂപ്പർ ഇമ്പോസ് ദാറ്റ് ഇറ്റ് ഈസ്. അപ്പൊ കാണുന്ന ഒരാളുടെ തലയിലാണ് ഓറ ഉദിക്കുന്നത് ആയിരിക്കണം തീർച്ചയായിട്ടും. എനിക്ക് തോന്നിയത് കാഴ്ചപ്പാടിലാണ്. എനിക്ക് നിങ്ങളിൽ ഓറയുണ്ടോന്ന് ഞാനാണ് അത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പേഴ്സണലി ഞാൻ ഒരുപാട് തവണ ഒരുപാട് ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്ത സമയത്തിന് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോ അത് അവർക്ക് വരില്ല തോന്നുന്നത്, എനിക്ക് തോന്നുന്നു. ഒരു അനുഭവം പറഞ്ഞാല് ഒരുപാട് ആർട്ടിസ്റ്റിലൂടെ മുഖം നോക്കണ്ട, അങ്ങോട്ടും നോക്കണ്ട. അനുഭവം പറയാൻ, ഞാൻ ഒരിക്കൽ ഏഷ്യാനെറ്റിന് വേണ്ടി മോഹൻലാൽ സാറിന്റെ ഒരു ഇന്റർവ്യൂവിന് ഞാൻ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് മേക്കപ്പ് ചെയ്തു. മോഹൻലാൽ സാർ വന്നു. അപ്പൊ സാറ് വന്നപ്പോ ഓഫ്കോഴ്സ് നമ്മൾ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളെയാണല്ലോ നമ്മൾ സ്ക്രീനിൽ പോയി നോക്കുക. അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലും നമുക്ക് ടച്ചപ്പ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കും. പക്ഷേ നമ്മള് അന്ന് ആ കംപ്ലീറ്റ് ആൾക്കാരും സാറ് വന്ന് ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ആർട്ടിസ്റ്റ്, നമ്മൾ ഏതോ വർക്കിനെ കാട്ടി നമ്മൾ നോക്കുന്ന ലാലേട്ടൻ്റെ ആ ഒരു ദാറ്റ് ടൈം ഐ ഫീൽ ലാലേട്ടൻ ഹാവ് എ ഓറ. ഇപ്പോഴും ഞാനത് പറയാറുണ്ട്, ലാലേട്ടൻ്റെ ഓറ അത് നമുക്ക് കണ്ടിട്ടുള്ള. അത് പക്ഷെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ കണ്ടു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ലാലേട്ടൻ നമ്മളെപ്പോൾ ഒരു സാധാരണക്കാരനാണ്, പുള്ളിയുടെ ജോലിയായ നടനം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ലാലേട്ടൻ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ലഭിച്ച് വലിയ സൂപ്പർ സ്റ്റാറായ എനിക്കൊരു പ്രത്യേകതകളൊന്നുമില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. അതിനകത്ത് ഓറ കണ്ടെത്തുന്നവർ അവർ കണ്ടെത്തിക്കോട്ടെ എന്ന് പറയത്തുള്ളൂ. അത് അവർക്ക് ഹാപ്പിനെസ് നൽകുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ നമ്മൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാൾക്ക് ഓറയുണ്ട്, അയാൾക്ക് നല്ല രസം ഉണ്ടായിരിക്കും. ആ രസത്തെ അപ്പൊ ഞാൻ ഈ ഓറയെന്ന് കടന്ന് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് സർജറിയിലേക്ക് പോകാം. ഒരുപക്ഷെ എനിക്കൊന്ന് ഒരാളിന്റെ സൗന്ദര്യം തീരുമാനിക്കുന്നതിലും അല്ലെങ്കിൽ ഒരു ആകാര ഭംഗിയൊക്കെ തീരുമാനിക്കുമ്പോൾ പ്ലാസ്റ്റിക് സർജറിക്ക് വലിയ റോളുള്ള ഒരു കാലമാണ്. വിപണന മൂല്യം പ്ലാസ്റ്റിക് സർജറിക്ക് കൂടിയ കാലമാണോ? സൗന്ദര്യം, ഓറ, പേഴ്സണാലിറ്റി, ഇതെല്ലാം അട്രാക്ഷനുമായിട്ട് ലിങ്ക് ചെയ്ത കാര്യങ്ങൾ. കാരണം ഞാൻ മനുഷ്യരെ അങ്ങോട്ട് മാറ്റി നിർത്തുക. ഒരു കല്ലിൽ ഒരു ശില്പി നിർമ്മിച്ച ഒരു സ്കൾപ്ചർ, അതിന് പേഴ്സണാലിറ്റി ഇല്ലല്ലോ, ഓറയും ഇല്ലല്ലോ. ആ വ്യക്തിത്വം, നമ്മൾ സംസാരിച്ച സംസാര ഭാഷ, ശൈലി, ഇതൊന്നും ബാധിക്കുന്നില്ലല്ലോ. ഫോം ആണല്ലേ, കല്ലിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫോം അല്ലേ. എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഇസ് ബ്യൂട്ടിഫുൾ.
ഒരു സ്കൾപ്ചർ ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആ ഒരു സ്ത്രീ ആകട്ടെ, ഒരു ഫ്ലോറൻസിലെ നാഷണൽ മ്യൂസിയത്തില് ഡേവിഡ് എന്ന് 16 അടി ഉയരത്തിൽ ഒരു സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മൈക്കൽ ആഞ്ചലോ. യു ലുക്ക് അറ്റ് ദാറ്റ് സ്കൾപ്ചർ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ഒരു ഐഡിയൽ മാൻ, 16 feet ഹൈ. യു സേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അവന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടാണോ ബ്യൂട്ടിഫുൾ ആയി പറഞ്ഞത്? ഓറ കണ്ടിട്ടാണോ ബ്യൂട്ടിഫുൾ പറഞ്ഞത്? അല്ല. ബ്യൂട്ടി ഇസ് എ കണക്ക്. ഇറ്റ്സ് എ ഇറ്റ്സ് മാത്സ് ആക്ച്വലി. കാനൺസ് ആണ്, പ്രൊപ്പോർഷൻസ് ആണ്. ഫിസിക്കലി ബ്യൂട്ടി എന്ന് പറയുന്ന സാധനം പ്രൊപ്പോർഷൻ. ആൻഡ് എവറിബഡി ഈസ് ബ്യൂട്ടിഫുൾ. നമുക്ക് യു ക്യാൻ ഗെറ്റ് മോർ ബ്യൂട്ടിഫുൾ, യു ഇംപ്രൂവ് ഓൺ ഇറ്റ്, ബട്ട് എവറിബഡി ഈസ് ബ്യൂട്ടിഫുൾ. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഓക്കെ. ഒരുപാട് സർജറിക്കൊക്കെ ആൾക്കാർ വിധേയമാകുന്നു, അതും അനാവശ്യമായ സർജറി. ചില ആൾക്കാർ തടി കുറയ്ക്കാൻ സർജറി ചെയ്യുന്നു, പിന്നെ അവസാനം ഗുലുമാലാകുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. മാത്രമല്ല ഈ ആരോഗ്യരംഗമൊക്കെ തന്നെ പല ഏരിയയിലും ഒരുപാട് ചൂഷണത്തിന്റെ മുഖമുള്ള സ്ഥലമാണ്. ഇപ്പം പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് കമ്പനിയായിട്ട് വ്യവസായമായിട്ട് പല ചികിത്സാ കേന്ദ്രങ്ങളും മാറുന്നു. പ്ലാസ്റ്റിക് സർജറി ഡെഫിനറ്റ്ലി ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഇൻഡസ്ട്രി തന്നെ ആയി കഴിഞ്ഞു, ആയിക്കൊണ്ടിരിക്കുകയാണെന്നല്ല നമുക്ക് പറയാൻ പറ്റുന്നത്, ആയി കഴിഞ്ഞു. ആൻഡ് വാട്ട്സ് സാഡ് അബൌട്ട് ഇറ്റ് ഇസ് ദാറ്റ് നമുക്കറിയത്തും കൂടിയില്ല നമ്മുടെ ഫേസിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്ന ആള് ഇസ് ഹി എ ലൈസൻസ് ഡോക്ടർ. വി ആർ നോട്ട് ഈവൻ ഷുവർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ചെയ്യുന്നവർ ചെയ്തോട്ടെ, അതിന് എനിക്കൊരു എതിർപ്പില്ല. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് യു നോ വാട്ട്. ഒരു ശരീരശാസ്ത്രത്തോട് നടന്ന ഒരു ആക്രമണമല്ലേ അത്? ദൈവം എല്ലാവർക്കും സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് എവ്രി വൺ ഇസ് ബ്യൂട്ടിഫുൾ ഇൻ ദർ ഓൺ വേ. പക്ഷെ എല്ലാവരും അവരുടേതായ അവർക്ക് കിട്ടിയ സൗന്ദര്യം വെച്ച് സാറ്റിസ്ഫൈഡ് ആവണം എന്നില്ല. അപ്പോൾ അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൂടെ കടക്കുന്നത്. സോ അത് ഓരോരുത്തരുടെയും അവരുടേതായ ചോയ്സസ് തന്നെയല്ലേ അവിടെ പ്ലേ ഔട്ട് ആവുന്നത്. ഓക്കെ. ഡോക്ടർ ദർജിനീസ്, താങ്കൾക്ക് സൗന്ദര്യ ശാസ്ത്രത്തിൽ ഫെലോഷിപ്പ് കിട്ടിയ ആളാണല്ലോ. അപ്പൊ ഇത് ഈ സൗന്ദര്യം അത് ഏതർത്ഥത്തിലായാലും അതിപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ കൃത്രിമമാണെങ്കിൽ അത് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. വലിയ പണച്ചെലവാണ്. സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്തിട്ടാവരുത് എന്നുള്ളതാണ്. സൗന്ദര്യത്തിന് വേണ്ടി ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ സർജറീസ് ഒക്കെ ആ ഒരു പേഷ്യന്റ് ചിലപ്പോൾ ഒബീസിറ്റി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ പേഷ്യൻസിനും അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും നമ്മൾ ഡിസൈഡ് ചെയ്യണ ട്രീറ്റ്മെന്റ് മേ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഒരു സർജറി ചെയ്തത് കൊണ്ട് ആ ആൾക്കുണ്ടാവുന്ന ബെനിഫിറ്റ് കമ്പയർ ചെയ്യും ആൻഡ് വാട്ട് ഹി ഈസ് ഫേസിങ് കറൻ്റ്ലി എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റും ചെയ്യുക. അപ്പോൾ ഒരാൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ടൊരു മേ ബി ബേരിയാട്രിക് സർജറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് റിഡക്ഷന് വേണ്ടി മാത്രമായിട്ട് വേറൊരാൾ ഒരു കുഴപ്പമില്ലാത്തൊരു ഹെൽത്തി ആയിട്ടുള്ള ആൾ ചെയ്യുമ്പോൾ മേ ബി അത് ആൾക്ക് ബുദ്ധിമുട്ടായി മാറാം. അപ്പൊ എപ്പോഴും ഇൻഡിക്കേഷൻസ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. പിന്നെ സർജറിക്കകത്ത് റിസ്ക് ഉണ്ടോ എന്ന് ചോദിക്കാം. ശരിക്കും ഈ സർജറി എന്ന് പറയുന്ന സാധനത്തിൽ വേണമെങ്കിൽ ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയിൽ ചെയ്യുമ്പോൾ ഒരു ഇൻഫെക്ഷന്റെ പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ടല്ലോ. ഉണ്ടല്ലോ സാറേ. അതിനല്ലേ ചാടിയ ആൾക്കാരുണ്ട്. അത് എന്റെ ജോലിയല്ലേ സാറേ, ടു മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യന്റ് സേഫ് ആയിട്ട് വീട്ടിൽ പോവുക, അവർ ഉദ്ദേശിച്ച കാര്യം നടന്ന് വീട്ടിൽ പോകുക എന്നുള്ളതാണ് എന്റെ എക്സ്പെർട്ടൈസ് വരുന്ന അവിടെ അല്ലേ. സർജറിയുടെ റിസ്ക് ഉണ്ട്, ഒരുപാട് 1000 റിസ്ക് ഉണ്ട്. ഇപ്പൊ ആൾക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ടോ ഇങ്ങനെ? തീർച്ചയായിട്ടും ലീൻ ആയിട്ട് നടക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനല്ല, അത് വെയിറ്റ് ലോസിന് വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. വെയിറ്റ് റിഡക്ഷന് സർജറിയുടെ കാലം കഴിഞ്ഞു. നമ്മളിപ്പം വെയിറ്റ് റിഡക്ഷൻ അല്ല സൗന്ദര്യമായിട്ട് കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞത് there's a distinction between weight reduction surgeries and സൗന്ദര്യം കൂട്ടുന്ന സർജറീസ്. അതായത് എസ്തെറ്റിക് സർജറീസ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ബേറിയാട്രിക് സർജറി എന്ന് പറയുന്നത് അല്ല കോസ്മെറ്റിക് സർജറി. ഓക്കെ, അത് ഫങ്ഷണൽ സർജറി, നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള സർജറിയാണ്. അതിന് ശരിക്കും മെഡിക്കൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് 4.5 years ആയിട്ട് ഒരുപാട് മാറ്റമുണ്ട്. അങ്ങ് പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആണ്. അങ്ങയുടെ ഒരു ഏരിയയിൽ എനിക്കൊന്ന് ഒരുപക്ഷെ ഈ കുട്ടികളായിട്ട് ഡീൽ ചെയ്യുന്നൊരു സംഭവമ്പോൾ അവിടുന്ന് ഇത് ബിൽഡ് ചെയ്ത് വരുവാണല്ലോ. എന്റെ ബേസിക് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് കുട്ടികൾ വളർന്നു വരുമ്പോ അവരുടെ സൗന്ദര്യം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരാളൊരിക്കല് എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അത് പല്ലിലുള്ള ആക്രമണമല്ലേ ഉള്ളൂ? അല്ല അല്ല, എന്റെ അടുത്ത് വന്ന് ഒരാൾ വന്ന് ചോദിച്ചാണ്, സാർ എന്നെക്കാളും വിരൂപനായ ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന്. അങ്ങനെ ചോദിച്ചോ? അങ്ങനെ ഒരാൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ഒരു ഡെന്റിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു 20 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ആ സമയത്താണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളുണ്ടെന്ന്. അങ്ങനെ അതിൻ്റെ ഒരു പഠിപ്പിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ സാറ് രാവിലെ എഴുന്നേറ്റ് 10 കിലോമീറ്റർ ഓടിയാൽ സാറിന്റെ ഷേപ്പ് മാറും ഉറപ്പായിട്ടും. അപ്പൊ ഫംഗ്ഷനാണ് ഫോം തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖത്തിന്റെ ഫംഗ്ഷൻസ് കറക്റ്റ് ചെയ്താൽ മുഖത്തിന്റെ ഷേപ്പിനും വ്യത്യാസം വരും. മുഖത്ത് ആകപ്പാടെയുള്ളത് മൂക്കും വായുവാണ്.
നന്നായിട്ട് ശ്വാസം വിടുകയും വായുടെ പ്രവർത്തനം കറക്റ്റ് ആയിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മുഖം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ എന്റെ ജോലി താങ്കളുടെ ഈ ഫേഷ്യൽ ആർക്കിടെക്ട് എന്ന് പറയുന്ന പരിപാടി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ? ഇപ്പൊ 8 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള സമയത്താണ് കുട്ടികൾ സാധാരണയായിട്ട് വളരുന്നത്. ആ വളരുന്ന സമയത്ത് അവരുടെ ശ്വാസത്തിലും അതുപോലെ തന്നെ വായുടെ ഫങ്ഷൻസിലും ഉള്ള ചേഞ്ചസുകൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു മുഖത്തിന്റെ ഉടമയാവാൻ പറ്റും. സോ വി ബിലീവ് ദാറ്റ് എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ഹാവ് എ ഗുഡ് ഫേസ്. അതിനെ സഹായിക്കുക. ഇതിനിപ്പോ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ പറയും രാത്രി കിടക്കുന്ന സമയത്ത് കുട്ടികൾ വാ തുറന്ന് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് ഇത്ര നേരം വായിൽ വെള്ളം വെക്കുക, അപ്പൊ മൂക്കിൽ കൂടെ ശ്വാസം വിട്ടോളും. അതുപോലെ തന്നെ ചെറിയ പീപ്പികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പീപ്പികളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊതുമ്പം മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വായിക്കൂടെ ഊതും. അപ്പൊ മൂക്കിനെ മൂക്കായിട്ട് യൂസ് ചെയ്യാനും സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ലൊരു മുഖം ഉണ്ടാക്കാനും പറ്റും. ഇതാണ് ഞങ്ങൾ. ഓക്കെ, അപ്പം താങ്കളുടെ ചിരിയുടെ ലോകം എങ്ങനെയുണ്ട്? നന്നായി പോണു. ഞാൻ 2 ലോക റെക്കോർഡ് എടുത്തു. നിർത്താതെ ചിരിക്കുന്നതിലും നിർത്താതെ ചിരിച്ചുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യരല്ലോ നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്യണേലും. പിന്നെ ഈ നമ്മളെ സ്മൈലില്ലേ സുന്ദരിയെ അതിസുന്ദരിയാക്കി മാറ്റും. അതെ, നമ്മള് നല്ല ഭംഗിയുള്ളൊരു പെണ്ണ് ചിരിക്കാണ്ടിരുന്നത് ഇങ്ങനെ ഉണ്ടാവും. അതേമാതിരി തന്നെ ഏറ്റവും കൂടുതൽ ഫേസിനെ പ്രൊജക്ട് ചെയ്യുന്നത് നമ്മളെ ഫേസിനെ പ്രൊജക്ട് ചെയ്യുന്നത് നമ്മളെ സ്മൈലാണ്. ഏറ്റവും കൂടുതൽ മസിൽസ് വർക്ക് ചെയ്യുന്നത് സ്മൈലാണ്. ഈ ഓറയുടെ കാര്യം പറഞ്ഞു പറഞ്ഞില്ലേ, 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചിരിക്കുന്ന സമയത്ത് നമുക്ക് എനർജി ഓറ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ അവതാര ലക്ഷ്യം എന്തോ ഈ ലോകത്ത്? നമ്മൾക്ക് സമാധാനം, ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ മറ്റേ ഗ്ലോബൽ മീറ്റ് നമുക്ക് നടത്താൻ പോവാണ് ഇവിടെ ആലപ്പുഴ വെച്ചിട്ട്. ഗ്ലോബൽ കോൺഫറൻസ് നടത്താൻ പോവാണ് ആലപ്പുഴ വെച്ച്. ഈ മറ്റേ ലാഫിംഗ് നമ്മൾ ഒരുപാട് ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ ശ്രമിച്ചാലേ നമുക്ക് വാ കഴിക്കും. കുറച്ചു നേരം ഒരുപാട് ഇങ്ങനെ സ്റ്റേജിൽ കയറിയിരിക്കുന്ന കല്യാണത്തിനും കല്യാണ പെണ്ണോട് 10 രൂപ ചോദിക്കും. അവർ പറയും ഇവിടെ ഇവിടെ ക്ലിയർ എടുക്കണം. ഞാനൊരു ആൺകുട്ടിയാ, ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക, നോക്കിയിരുന്ന് ചിരിച്ചോണ്ട് എങ്ങനെയുണ്ടാവും? വട്ടാണെന്ന് വിചാരിക്കില്ല. കുറച്ചു നേരമൊക്കെ ചിരിക്കുക, അതൊരു നല്ലൊരു പെൺകുട്ടികൾ വേറെ വേറെ പറയുന്നത്. എന്താവും നമ്മളൊരു ദിവസം 10 മിനിറ്റ് ഒക്കെ വെയിൽ കൊള്ളണം പറയും നല്ല ആരോഗ്യത്തിന്. അതുപോലെയാണ് അങ്ങോട്ട് പറയണേ നമ്മൾ 10 മിനിറ്റ് ഒന്ന് ചിരിക്കണം നല്ല ആരോഗ്യത്തിന് വേണ്ടി. ചേട്ടൻ എല്ലാ യോഗാഭ്യാസങ്ങളും ചെയ്യുമ്പോൾ ചിരിച്ചോണ്ടാണ് ചെയ്യുന്നത് അതോ? ഞാൻ ചിരിച്ചുകൊണ്ടുള്ള യോഗയാണ്. 10 പേരിൽ നമ്മൾ ഒരുമിച്ച് അടിക്കും. 39ഓളം ഓർഗനെ പ്രതിനിധാനം ചെയ്യണതാണ് നമ്മളെ ഉള്ളം കൈ. ഈ കൈയിന്റെ ഉള്ളിൽ കൂടെ ഈ വിരല് കാണാൻ പാടില്ല. ആദ്യം അപ്പൊ നമ്മൾ കൈ അടിക്കുമ്പോൾ നമ്മളെ എനർജി ലെവൽ വർദ്ധിക്കുകയും 39ഓളം ഓർഗൻ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ സാധാരണ യോഗയിലെ മാതിരി നമ്മൾ ബ്രീത്ത് എടുക്കുക, ഔട്ട് ചെയ്യണത് ചിരിച്ചും കൊണ്ട്. അങ്ങയുടെ ധർമ്മപത്നി ഇതുപോലെ ചിരിക്കുവോ? ചിരിക്കും. ഒരു മേൽക്കൂരയുടെ കീഴിൽ 2 ചിരിക്കാരിങ്ങനെ ജീവിക്കുന്നു. ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയും കവർ ചെയ്തിട്ടുണ്ട്. 1000കണക്കിന് വേദികൾ കവർ ചെയ്തിട്ടുണ്ട്. ചിരിയിലൂടെ തന്നെ ഹോങ്കോങ് ആരെങ്കിലും ഒന്ന് ചിരിപ്പിക്കാൻ പറ്റുമോ? എല്ലാരും ചിരിച്ചു. ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഞാൻ അവിടെ ആരും ചിരിക്കാത്ത ചിരിക്കണ്ടെന്ന് വെച്ച് വന്ന ഒരു രക്ഷയില്ല. ചിരിച്ചോ? എല്ലാരും ചിരിച്ചു. അപ്പൊ വ്യായാമം നിങ്ങൾ എന്ത് വ്യായാമം വേണമെങ്കിൽ ചെയ്യാം, സന്തോഷത്തോടു കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇത്രയും മണിക്കൂറൊക്കെ ചിരിച്ച് ഞാൻ ഫാഷൻ ഡിസൈനറാണ്. ഈ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ തയ്ച്ചതാ. കൈ കത്തിരി പിടിച്ച താഴമ്പോ നോക്കിയേ. ഞാൻ 40 വർഷമായിട്ട് ടൈലറാണ്. ഇത് എന്റെ പാഷനാ. 13 വർഷമായിട്ട് ഈ മേഖലയിൽ 40 വർഷമായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ തന്നെ തയ്ച്ചതാ. മാത്രല്ല ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരാളെ ഒരു ഉടുപ്പങ്ങനെ തയ്പ്പിക്കാൻ കൊണ്ടു കൊടുത്താലേ ഇദ്ദേഹം ആദ്യം അയാളെ നോക്കി ഒന്ന് ചിരിക്കും. കളിയൊക്കെ മരിച്ചു വീട്ടിൽ പോയെന്നാലേ മരിച്ചു വീട്ടിൽ പോയ അങ്ങനെ മരിച്ച വീട്ടില. ഇപ്പൊ ഒരു 2 വർഷം മുന്നേ മരിച്ചു കിടക്കുന്ന ആളുടെ മുമ്പിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അത് എത്ര വൈറലായി. ബ്രെയിൻ അറിയില്ല. അല്ല, ഇത് 15 കോടിയോളം ആൾക്കാർ ചെയ്യുന്ന വ്യായാമമാണ്. അല്ലാണ്ട് യോഗയല്ല, ചിരിയുന്നു. അതെ യോഗയാണ് ആക്ച്വലി. അതിന്റെ അംബാസിഡറാ ഞാൻ. താങ്കളും അദ്ദേഹത്തിന് ശിഷ്യനായവരുണ്ട്, ചിരി കൂട്ടിയിട്ടുണ്ട്. എന്താ? ഒരുപാട് ചിരിക്കുന്ന ഒരാളാണ്, പക്ഷെ അത് അമിതമാക്കാറില്ല. ഒരാളെ മുഖത്ത് നോക്കി അധികം ചിരിക്കാറില്ല. എന്തായാലും അതിനൊരു വ്യക്തത വേണം. എവിടെ ചിരിക്കണം, എങ്ങനെ ചിരിക്കണം, ആരോട് ചിരിക്കണം. സാർ, ഇവിടെ ഓറയുടെ കാര്യം അപ്പൊ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ, സാർ സ്റ്റേജിലോട്ട് കയറി വരുമ്പോ
ചുമ്മാ കരഞ്ഞ് ദേഷ്യം വന്ന് കയറി വരുവാണ്. ഇന്നിപ്പോ ഇത് കാണുന്ന ഓഡിയൻസ് അവര് ഇത് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അവര് വിചാരിക്കും ഈ മനുഷ്യൻ എന്ത്, നമ്മളിപ്പോ ഫുൾ മേക്കപ്പിലായിരിക്കും നമ്മള് ഫുൾ മേക്കപ്പിലായിരിക്കും വരുന്നത്, പക്ഷെ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ നമ്മളൊന്ന് ചിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ മാമിനെ ഞാൻ നോട്ടീസ് ചെയ്ത ഇവിടെ വന്നപ്പോ തൊട്ട് ആ മാം നല്ലോണം ചിരിച്ചായിരിക്കുന്നത്. നമ്മൾ നല്ലോണം ചിരിച്ച് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടൊരു എനർജി നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നത് ഗ്ലാമറിലാണോ? അല്ലല്ല, കാരണം നമ്മളൊരു മേക്കപ്പ് ചെയ്തു, ഒരു കുറച്ച് മേക്കപ്പ് ചെയ്ത് നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് വന്ന് നിൽക്കുന്നു. ഇപ്പൊ മിക്ക യുവജനങ്ങൾക്കുള്ള ഒരു പ്രശ്നമാണ് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അവരുടെ കോൺഫിഡൻസ് ഇല്ല, ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ നാച്ചുറൽ ബ്യൂട്ടി ആണല്ലോ. അല്ല, അങ്ങനെയുള്ള അതൊരു കുഴപ്പമാണ്, അതൊരു തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരുടെ കോൺഫിഡൻസ് ലിപ്സ്റ്റിക്കിലാണ്. അങ്ങനെ ആവരുത്. നമുക്ക് ലിപ്സ്റ്റിക് ഇല്ലെങ്കിലും നമുക്ക് മേക്കപ്പ് ഇല്ലെങ്കിലും പുരുഷന്മാരെന്ത് ചെയ്യും? ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. നമ്മള് ലിപ്സ്റ്റിക്കിലല്ല, നമുക്കൊരു കൂളിംഗ് ഗ്ലാസ് മേക്കപ്പ് ഇല്ലെങ്കിലും നമുക്ക് നിന്ന് ഒരാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റുക, അവർക്കൊരു പോസിറ്റീവ് വൈബ് കൊടുക്കുക എന്നുള്ളതാണ് ആളുടെ സൗന്ദര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, ആ കുട്ടി പറഞ്ഞ കാര്യത്തില് കുറച്ച് മുന്നേ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 to 12 ഇയേഴ്സിന്റെ ഇടയിലാണ് കുട്ടികളുടെ സൗന്ദര്യത്തോടെ വളരാൻ അവരെ സഹായിക്കുന്നു. സോ ഈ ഹെൽത്ത് ഇഷ്യൂസോ ബ്രീതിങ് ഇഷ്യൂസോ എന്നുള്ള ഫാക്ടേഴ്സ് ഒഴിവാക്കി സൗന്ദര്യം ആ കുട്ടിക്കില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സൗന്ദര്യം വർദ്ധിക്കണം എന്ന് 8 തൊട്ട് 12 വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെയാണ് തീരുമാനിക്കാൻ പറ്റുക? അതോ നമ്മുടെ സൊസൈറ്റിയിൽ കൊടുത്തേക്കുന്ന നോം അനുസരിച്ച് ആ സൗന്ദര്യത്തിനോട് ഒത്തുചേരണം എന്നാണോ? കാരണം ആ കുട്ടി പറഞ്ഞത് എന്താണ്, എനിക്ക് ലിപ്സ്റ്റിക് ഇടുന്നതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ കണ്ണിന് ലാഷസ് കുറവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ആ കുട്ടി ഒരു 20 ഇയേഴ്സ് ആകുമ്പോൾ തിരിച്ചറിയുവാണെങ്കിൽ വൈ ആർ വി ഫോഴ്സിങ് ദീസ് കിഡ്സ് ടു ചേഞ്ച്? ഒരു ചോദ്യം. നമ്മൾ ഒരിക്കലും കുട്ടികളെ മാറ്റാനോ ഒന്നല്ല, നമ്മൾ മനസ്സിലാക്കിയ സയൻസ് ബിഹൈൻഡ് എ ബ്യൂട്ടിഫുൾ ഫേസ് എന്നാണ്. ഒരു മുഖം, നല്ല മുഖം ഉണ്ടാകുന്നതിന്റെ പുറകിലെ ശാസ്ത്രം എന്താണ്? ആ ശാസ്ത്രത്തില് നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഫംഗ്ഷന് ഇൻകറക്റ്റ് ആയാൽ ഒരു ചീത്ത മുഖമായിട്ട് മാറും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മൂക്കിക്കൂടെ ശ്വാസം വിട്ടുകൂടെ? വാ തുറന്ന് കിടക്കുന്ന കുട്ടിക്ക് മുഖം നീണ്ടുപോകും. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അത് ചെയ്തില്ലെങ്കിൽ ആ കുട്ടി വലുതായി കഴിയുമ്പോൾ, നീണ്ട മുഖമായി കഴിയുമ്പോൾ അതിനോട് ചോദിക്കുക. അല്ല, തീർച്ചയായും അത് പേരൻസിന്റെ അടുത്ത് നമ്മൾ അവെയർ ആക്കി കൊടുക്കും. അതായത് കൊച്ചുങ്ങള് ഉറങ്ങുന്ന സമയത്ത് വാ തുറന്നാണ് കിടക്കുന്നതെങ്കിൽ സൂക്ഷിക്കണം. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വായിൽ വെള്ളം വെക്കണം. ഇതൊന്നും പറയാതെ നമ്മൾ കൊച്ചു പിള്ളേരെ സംഗീതം അഭ്യസിപ്പിക്കാൻ പോകും. അതൊക്കെ നാക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിങ് കറക്റ്റ് ആക്കാനും സ്പീച്ച് കറക്റ്റ് ആക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഇതൊക്കെ അറിയാവുന്ന ഒരു ജനത നമുക്ക് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾക്ക് ഡെന്റിസ്റ്റുകളോ മറ്റേ ആൾക്കാരോ ഒന്നും ഇല്ല. അന്നുള്ള ആൾക്കാർക്ക് നല്ല മുഖം ഉണ്ടായിരുന്നു, നല്ല പല്ലും ഉണ്ടായിരുന്നു. പല്ല് ഒരിക്കലും പല്ല് മാത്രം പോകുന്ന ഒരു പ്രസ്ഥാനം അല്ല. ശരീരത്തിന്റെ ശ്വാസത്തിന് അനുസൃതമായിട്ടാണ് ബാക്കി ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും രൂപപ്പെടുന്നത്. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എയർവേ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെയുണ്ട് ശരീരശാസ്ത്രത്തില്. അപ്പോൾ എവറിത്തിങ് ഈസ് ഫോംഡ് അറൌണ്ട് യുവർ എയർവേസ്. അപ്പോൾ ശ്വാസമാണ്. നമ്മൾ കുറേ കാലങ്ങളിൽ പല സ്ഥലത്തും പോയി പഠിച്ചതിന് ശേഷം ശ്വാസമാണ്, അത് ഇടയ്ക്കിടയ്ക്ക് വലിച്ചു വിടണം. ശ്വാസമാണ്. ആൻഡ് എവറിത്തിങ് ഈസ് സെന്റർഡ് അറൌണ്ട് യുവർ ബ്രീത്തിങ്. ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു വിഭാഗം ആൾക്കാര് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെയാണ് മെയിൻലി ഡെന്റിസ്റ്റ്. അവര് പ്രൊമോട്ട് ചെയ്യണ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ബ്രഷ് യൂസ് ചെയ്യാന്നുള്ളത്. അന്ന് ആ കാലഘട്ടത്തിൽ വിരൽ വെച്ചിട്ടാണ് തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ മസിൽസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. മാത്രല്ല മുന്നോട്ട് ഉന്തി വരുന്ന പല്ലിനെ ചെയ്യാനും അതും ഈ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഡോക്ടേഴ്സ് പോലും, ഈ കോസ്മെറ്റിക് ആണെങ്കിലും ഡെന്റിസ്റ്റ് ആണെങ്കിലും അവരൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ ജനങ്ങൾ. അല്ല, അതവര് ബോധവൽക്കരിക്കുന്നതല്ല, അവരെ മെഡിക്കൽ കമ്പനികൾ ബോധവൽക്കരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു ബിസിനസിന് ഏറ്റവും ഉപകാരമുള്ള ആൾക്കാരാണ് സൈക്കോളജിക്കൽ ഇൽനെസ് ഉള്ള ആൾക്കാർ. ഈ പറഞ്ഞ ഹൈപ്പോകോൺട്രിയാസിസ് അല്ലെങ്കിൽ OCD അല്ലെങ്കിൽ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ഇങ്ങനത്തെ കുറെ ആഡ്സ് കാണുമ്പോൾ അപ്പൊ എന്റെ മൂക്കിന് എന്തോ ശരിക്കും പ്രശ്നമുണ്ട്, അപ്പൊ എന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സിന് എന്തോ പ്രശ്നമുണ്ട്. ആക്ച്വലി ദ പേഷ്യൻസ് ആർ സൈക്കോളജിക്കൽ അഫക്റ്റഡ് പേഷ്യൻസ്. ഓക്കെ, ഇപ്പൊ താങ്കൾ എന്തോ ഇനി പറയണ്ടെന്ന് വിചാരിച്ചു? ആകെ ഇരുന്ന് ഓറെ കുറിച്ച് പറഞ്ഞു, ഓറ വീട്ടിലായി. ഓക്കെ, റെഡി പറയാ. നമ്മുടെ സൊസൈറ്റിയിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ് എന്താന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് ചെയ്യണു എന്ന് അറിയാനുള്ളൊരു തിടുക്കും, പിന്നെ മറ്റൊരാളത് ചെയ്തതുകൊണ്ട് എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഫാക്ടർ വളരെ ഹൈ ആണ്. അനുകരിക്കാനുള്ള ഒരു തന്ത്രമുണ്ട്. അതെ,
അപ്പൊ പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ദാറ്റ് നമ്മളൊരു ഡിസിഷൻ ഓക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ആകാം. പക്ഷെ ഇപ്പൊ എനിക്കൊരു ലിപ്സ്റ്റിക് ഇടണമെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് റൈനോപ്ലാസ്റ്റി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ജിമ്മിൽ പോകണമെങ്കിലോ അത് നമ്മുടെ ഡിസിഷൻ ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ബിക്കോസ് ഞാൻ 10 ആഡ് കണ്ടു അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കരുത്. ഇഫ് ഐ ഫീൽ കോൺഫിഡൻറ്റ് ഇൻ വെയറിംഗ് ലിപ്സ്റ്റിക് അതൊരു തെറ്റുമില്ല. അത് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത് ആ ഒരു ഫാക്ടർ ആണെങ്കിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, എനിക്കൊന്ന് നിങ്ങളുടെയൊക്കെ ഗ്ലാമർ ബിൽഡ് ചെയ്യുന്നില്ലേ? അപ്പൊ ആ മത്സരം പോകുന്ന കാലം വെച്ച് ആലോചിക്കുക, അത് ഈ സിനിമാ താരങ്ങളൊക്കെയാണോ നിങ്ങൾ ഒരു മോഡലായിട്ട് എടുക്കുന്നത്? റോൾ മോഡൽ ആരാ? ഞാൻ ആക്ച്വലി ഒരാളെ റോൾ മോഡലായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഇൻസ്പയർ ആയിട്ടുണ്ട് പല ആൾക്കാരായിട്ടും. ഇപ്പം പാജൻസ് ഞാൻ ട്രെയിൻ ഇപ്പം ആ സമയത്താണെങ്കിൽ ഞാൻ ഒരുപാട് പ്രീവിയസ് ഇയേഴ്സിൽ വിൻ ചെയ്ത മിസ് വേൾഡ്സ് ആണെങ്കിലും മിസ് സൗത്ത് ഇന്ത്യ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്ക് ആ ഒരു ആളെ പോലെ തന്നെ ആവണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുമില്ല, അങ്ങനെ ആവാൻ ശ്രമിച്ചിട്ടുമില്ല. ബിക്കോസ് അങ്ങനെ ആവാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് ശരിയാവില്ല. ബിക്കോസ് ഞാനാണ്, വേറെ ആളാണ്. എനിക്ക് ഇൻസ്പിറേഷൻ എടുക്കാം, എനിക്ക് പഠിക്കാം അവരുടെ രീതികൾ. പക്ഷെ അത് എൻഡ് ഓഫ് ദ ഡേ ഞാൻ അത് എന്റെ ട്യൂണിലാക്കണം. എന്നാൽ മാത്രമാണ് എനിക്ക് എന്റെ ഒരു വ്യക്തിത്വം അവിടെ കാണിക്കാൻ പറ്റുള്ളൂ. അതിനാണ് അവിടെ റെലവൻസ്. അപ്പൊ നമ്മൾ ലൈഫിൽ എന്ത് ചെയ്താലും നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷനും, അതായത് മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇപ്പോൾ. ആൻഡ് ഇറ്റ്സ് വെരി ഹൈ. ആൻഡ് അത് എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ യൂസോട് കൂടിയാണ് അത് നമ്മൾ പിന്നെയും കൂടുതലായിട്ട് കാണുന്നത്. ബിക്കോസ് ബീങ് എക്സ്പോസ്ഡ് ടു സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നത് ആൾക്കാർ അവരുടെ ഗുഡ് പാർട്സ് ഓഫ് ലൈഫാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും അവരുടെ ഒരു നോർമൽ ലൈഫ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഹാസ് ലെഡ് അസ് വാണ്ട് ടു ഇമിറ്റേറ്റ് വാട്ട് ദേ ആർ ഡൂയിങ്. ദ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വാലിഡേഷൻ ചേസ് ചെയ്യാൻ തോന്നുന്നത്. ഇതൊക്കെ നമ്മളും ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുള്ളവർ പറയുന്നു, ഓ നീയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, നിന്റെ ലൈഫ് സ്റ്റൈലും നമ്മൾ ഓൺലൈൻ കാണുന്ന പോലത്തെ ലൈഫ് സ്റ്റൈൽ ആണല്ലോ. പക്ഷെ നമുക്കല്ലേ അറിയുള്ളൂ ഇത് ഒരു ഫേസ് ആണ്. ശരിക്കും ഇതിന് പിന്നിൽ നമ്മൾ തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് ആൻ ആക്ട്. നമ്മൾ അഭിനയിക്കുകയാണ്, നമ്മളല്ലാത്ത ഒരു ആളാണ് നമ്മളാവുന്നത്. ഗ്ലാമറിനെ കുറിച്ച് റോൾ മോഡൽ എപ്പോഴും നമുക്ക് ആളെ വെക്കണം എന്നില്ല. നമുക്ക് ഇവൻ തോറ്റ ആൾക്കാരെ കുറെ കാര്യങ്ങൾ പഠിക്കാം. പഠിക്കാനുള്ളത് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തോറ്റ ആൾക്കാരെ പഠിക്കാം, നല്ല കാര്യങ്ങള്. ജയിച്ച ആൾക്കാരെ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കും. എല്ലാവരെയും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കണു. നമുക്ക് നമ്മുടേതായ ഒരു റോൾ മോഡൽ വെക്കാണെന്ന് നിർബന്ധമില്ല. അല്ല, ഈ ഗ്ലാമർ കീപ്പ് ചെയ്യാൻ എന്തൊക്കെയാ ചെയ്യുന്നത് ഇപ്പം? ഗ്ലാമർ കീപ്പ് ചെയ്യാൻ നമ്മള് അങ്ങനെ പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമ്മൾ നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കും. അപ്പൊ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ഉഷാറായിരിക്കും. നമ്മുടെ നല്ല ലോ ഫാറ്റ് ബോഡി ഫാറ്റ് ആകുമ്പോൾ ജോലൈനൊക്കെ നല്ല ഷാർപ്പായിരിക്കും. വീട്ടേപ്പർ ലുക്ക് കിട്ടും. ബാക്കിയൊക്കെ നമ്മൾ പറയണ പോലെ കണ്ണിലാണ്. നമുക്ക് എന്താ ഇഷ്ടം, പലർക്കും പലതായിരിക്കും ഇഷ്ടം. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം, കോൺഫിഡന്റ് ആയിട്ട്. എന്താ പറയാ? അദ്ദേഹം പറഞ്ഞതിൽ ഭയങ്കരമായിട്ട് യോജിക്കുന്നു. ഇപ്പോ എവറിത്തിങ് ഈസ് നോട്ട് ഡ്യൂപ്ലിക്കേറ്റഡ് ഓർ കോപ്പീഡ്. ഐ മീൻ ഞാൻ ഇപ്പൊ കുറച്ചാൾ മുന്നേ ഒരു സിനിമ ഉണ്ടായി, ഫൈറ്റ് ക്ലബ്. അതിൽ പറയുന്നുണ്ട് എവറിത്തിങ് ഈസ് കോപ്പി ഓഫ് എ കോപ്പി ഓഫ് എ കോപ്പി ഓഫ് എ കോപ്പി. ഒരാൾ ചെയ്തു വെച്ച ഒരു ഇൻസ്പിറേഷനിൽ എല്ലാവരും ഇൻസ്പയർഡ് ആയി കണ്ടുവരുന്ന എല്ലാം അതിനെ തുടർന്നാണ് ഇപ്പോ ജനറലൈസേഷൻ എല്ലാം മൊത്തം അതില് പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ നമ്മള് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇന്നത്തെ സിനിമയാണെങ്കിലും ഇന്ന് ഇറങ്ങിക്കുന്ന ഒരുപാട് ഇപ്പോ ആര് സിനിമ ഇറക്കിയാലും അതിനൊരു കോപ്പി എഫക്റ്റ് ഉണ്ട്. കോപ്പി ഫ്രം അനദർ ആർട്ടിസ്റ്റ് ഓർ ക്രിയേറ്റർ. അപ്പോ നമ്മൾ എപ്പോഴും ഡിഫറെന്റ് ആവാൻ ശ്രമിക്കുക. That gives a separation, a beauty. നമ്മുടെ നാട്ടിലെ ഇപ്പോ ഈ പ്രത്യേകിച്ചും ചലച്ചിത്ര താരങ്ങളൊക്കെ സിനിമാ നടന്മാരും നടികളും ഒക്കെ തന്നെ അവരുടെ ശരീരത്തിൽ നടന്ന ചില പരീക്ഷണങ്ങൾ, ചിലതൊക്കെ അപകടം പിടിച്ച പരീക്ഷണങ്ങളാണ്. അത് പിൽക്കാലത്ത് അവരെ ചരിത്രം ബോധ്യപ്പെടുന്നു. ഈ ചിലർ തൊലി വലിച്ചു കെട്ടുന്നു, അപ്പോൾ അവരുടെ മുഖത്ത് എക്സ്പ്രഷൻസ് ഉണ്ടാകുന്നില്ല. അല്ലെ, പ്രായമാകുമല്ലോ മനുഷ്യന്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ വൃത്തികെട്ട ഒരു മോഡലുകൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഈ സൊസൈറ്റിയിൽ. ബ്യൂട്ടി എപ്പോഴും നാച്ചുറൽ ആയിട്ട് അലൈൻ ചെയ്യണം. അത് അൺനാച്ചുറൽ ആവുമ്പോൾ അത് ഭയങ്കര അൺബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? എന്താ നമ്മുടെ സാർ, ഞാനിപ്പോ കണ്ട ഒരു ഏറ്റവും വലിയൊരു കാര്യം ഈ നമ്മുടെ ഈ എല്ലാ സബ്ജക്റ്റും കൂടെ വരുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഫിൽറ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പൊ മേക്കപ്പിനെ കുറിച്ചിട്ടായാലും ബ്യൂട്ടീനെ കുറിച്ചിട്ടായാലും ഇന്ന് ഒരാളൊരു വീഡിയോ ഇട്ട് ആ വീഡിയോ ഇട്ടത് ഫുള്ളി
ഫിൽറ്റേർഡ് ആയിരിക്കും. അപ്പൊ കാണുന്നവർ നോക്കുമ്പോൾ ഓ ഇതെന്ത് നല്ല ലിപ്സ്റ്റിക് ലിപ് കളറാണ്, ഇവരുടെ സ്കിന്നിന് എന്തൊരു നല്ല ടെക്സ്ചർ ആണ്, എന്തൊരു തിളക്കമാണ്. പക്ഷെ ഇതെല്ലാം ഫിൽറ്റേർഡ് ആണ്. അപ്പം അതിനു വേണ്ടി പിന്നെ അവർ അതിന്റെ പിറകെ ഓടുവാണ്. ഇപ്പൊ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ബുക്ക് ചെയ്ത് എനിക്ക് ആ കണ്ട വീഡിയോ പോലത്തെ ഗ്ലോ വേണം. ആക്ച്വലി അതൊരു ഫിൽറ്റർ ആണ്. അല്ലെങ്കിൽ എന്റെ ലിപ്പ് അല്ലെങ്കിൽ എന്റെ കണ്ണിനും ഒക്കെ അതേ തിളക്കം വേണം. അതൊക്കെ ഫിൽറ്റർ ആണ്. അപ്പം ഈ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന ഓരോ മനുഷ്യനും, അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും, അവർക്ക് കൂടുതൽ നമ്മൾ എന്താണ്, എന്റെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു ധൈര്യം വരും, അവർക്കൊരു കോൺഫിഡൻസ് വരും. അത് തന്നെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തി. ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ തന്നെ വന്നിറക്കുന്നുണ്ട്. അത് പുരുഷനും സ്ത്രീക്കും ഒക്കെ ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റും വന്നിറക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിപണന തന്ത്രത്തിന്റെ ഭാഗമായിട്ട് സുന്ദരികളെയും സുന്ദരിമാരെയും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ മേക്കപ്പ് പോലല്ല അത്. അതൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ വലിയ അപകടമാവുന്ന സാധ്യതയുണ്ട്. പക്ഷേ ഈ പരസ്യത്തിന്റെ ഒരു ലോകത്ത് നമുക്ക് ഒരു ചാനൽ പോലും ഇതിനെതിരെ നിൽക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും നിങ്ങളിതൊക്കെ ഇങ്ങനെ ഒരുപാട് ഈ സാധനങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കുമെന്ന് ഞാൻ ചോദിക്കുക. ഉറപ്പായിട്ടും ഉണ്ട്. പല പ്രൊഡക്റ്റുകളും വാങ്ങി യൂസ് ചെയ്ത് എനിക്കും എഫക്ട് ആയിട്ടുണ്ട്. എന്റെ ഫേസിൽ നോക്കിയാൽ തന്നെ അറിയാം. ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരുപാട് മാർക്കറ്റിംഗ് ഉണ്ട്. നമുക്ക് പ്രൊമോഷൻ ആയിട്ട് മോഡൽസിനും ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ കിട്ടും. സോ അങ്ങനെ പല പ്രൊഡക്റ്റുകളുടെയും പ്രൊമോഷൻ ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. അല്ലേ? ഓക്കെ, അതിന് പഠിച്ച പാഠം എന്താ? ആവശ്യമില്ലാതെ എല്ലാം പ്രൊമോട്ട് ചെയ്യാത്തതാണ് ഞാൻ പഠിച്ച പാഠം. മാത്രമല്ല നമ്മൾ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി നമ്മുടെ കൗളും മൊന്തയും നാശമായി. ഉറപ്പായിട്ടും നമ്മൾ ഒരു പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് കുറച്ച് നാളെങ്കിലും യൂസ് ചെയ്ത് അത്രയും നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം വേണം നമ്മുടെ ഒഫീഷ്യൽ പേജിലൂടെ വേറൊരാൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്കും കൂടെ ആയിരിക്കുമല്ലോ ഇതിന്റെ ഇത് കിട്ടുന്നത്. പക്ഷെ എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ കുറെ ചേഞ്ച് വരും. പിന്നെ ചില പ്രൊഫഷണൽ വെച്ച് നോക്കുമ്പോ അവർക്ക് ചിലപ്പോ ഇതുപോലുള്ള സർജറീസ് ഒക്കെ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. അങ്ങനെയുള്ള ഇപ്പൊ തന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് 8 തൊട്ട് ആ ഒരു പ്രായത്തിൽ ഈ വെറുതെ, അതായത് യാതൊരു സൈഡ് എഫക്ട്സ് ഇല്ലാത്ത കുറച്ച് ബ്രീത്തിങ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം വരുമെങ്കിൽ ഭാവിയിൽ അത് പ്ലാസ്റ്റിക് സർജറിയിലേക്ക് പോകുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഏജിൽ ഇത് പേരൻസിന് ഇപ്പൊ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അതുപോലെ ഒത്തിരി പേർക്ക് ഇപ്പോഴും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു എന്താ പറയാ, അങ്ങനെ പേരൻസിന് അതിനെ കുറിച്ചൊരു ബോധവൽക്കരണം ഉണ്ടെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ആ കുട്ടികളുടെ കോൺഫിഡൻസ് ആണ് അതിൽ ഉണ്ടാവുന്നത്. നമ്മൾ കുട്ടികളെ കോൺഫിഡന്റ് ആക്കി വളർത്താനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പൊ അത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ആർട്ടിഫിഷ്യൽ കാര്യങ്ങളിലേക്ക് പോവാതെ നാച്ചുറൽ ആയിട്ടുള്ള വേസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ശ്രുതി, ഈ സൗന്ദര്യ മേളകളൊക്കെ വന്നതിന് ശേഷം, കാര്യം ഇതിനകത്തൊക്കെ ഒരുപാട് പരസ്യങ്ങളും അങ്ങനെയുള്ള ഈ കൊമേഴ്സ്യൽ ലോകത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും ഇതിലും ഉണ്ട്. ഇതൊക്കെ ഒരു അനിവാര്യമായ ദുരന്തം എന്നേ പറയാൻ പറ്റും. അപ്പോൾ ഡോക്ടർ കാണുന്നത് ഇതിനകത്തുള്ള ഏറ്റവും വലിയ, അതായത് നമ്മുടെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക്, കാര്യം ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ മുതൽ ഇതെല്ലാം ഈ മേളകളൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അവർ TV കാണുന്നത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ അവർ ഷെയർ ചെയ്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അവരെ ബോധവൽക്കരിച്ചിട്ടൊന്നും കാര്യമില്ല. ഡോക്ടർക്ക് ഒരു അഭിപ്രായം. ഇതുവരെ സംസാരിച്ച സാറിന് മനസ്സിലായി ഇവിടുത്തെ വില്ലൻ പ്ലാസ്റ്റിക് സർജറി ആണെന്ന് മനസ്സിലായോ? എവറിബഡി ആസ് ലോങ് ആസ് നാച്ചുറൽ ഇറ്റ്സ് ഫൈൻ, ബട്ട് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തരുത്. ഇതാണല്ലോ എല്ലാവരും പറയുന്നത്. സാറേ, കാലാകാലങ്ങളായിട്ട് ബിഫോർ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി നമ്മള് ബോഡി ഡെക്കറേറ്റ് ചെയ്യുന്നില്ലേ, മേക്കപ്പ് ഇടുന്നില്ലേ, മുടി യു ആർ കളറിങ് യുവർ ഹെയർ, യു ആർ വിഗ് വെക്കുന്നില്ലേ, you're lightening your skin, you're putting makeup, you're doing all sort of corsets. Look at the dresses. ഞാൻ പറഞ്ഞ ആർക്കിയോളജിക്കൽ എവിഡൻസ് തന്നെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട്, നമ്മൾ ബോഡി മോഡിഫൈ ചെയ്യുന്നുണ്ട്, ബോഡി you're trying to improve yourself. But you have a problem when a plastic surgeon gets involved. Why the double standards? അതെന്താണ്, എന്തിനാണ് ഒരു ആവശ്യമില്ലാത്തൊരു സാധനമാണ്? every hero that you're talking about, വല്ലാതെ കോറങ്ങേടാണെങ്കിൽ അത് ചെയ്യണോണ്ട് കുഴപ്പമില്ല. ഇത് പറഞ്ഞാല് നല്ലപോലെ ഇരിക്കുന്ന ആളെ കൊണ്ട് വീണ്ടും കൊണ്ട് നശിപ്പിച്ചെടുക്കണ്ട. Who are you to decide what is normal, what is abnormal? അതിലുള്ള എന്താന്ന് വെച്ചാൽ ഇപ്പം പ്ലാസ്റ്റിക് സർജറി പോലെയുള്ളത് അറിയാവുന്ന ആൾക്കാർ അറിയാവുന്ന പോലെ നല്ല രീതിക്ക് ചെയ്ത കുഴപ്പമില്ല. മാഡം, മൈ പോയിന്റ് എന്താ പറയാ ഡോക്ടർ, സെക്ഷൻ ഇപ്പോ കൊടവയറുള്ളവര് അല്ലെങ്കിൽ ഭയങ്കര ഫാറ്റ് ഉള്ളവരൊക്കെ ഇപ്പോ നമുക്കിപ്പോ ട്രെയിനിങ്ങിലൂടെ അതൊക്കെ മാറ്റാൻ പറ്റും.
അപ്പൊ ഈ ഡോക്ടേഴ്സൊക്കെ അതൊക്കെ ശരിക്കും ബോധവൽക്കരിക്കേണ്ടല്ലേ? അത് നമ്മൾ സർജറി എന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഐഡിയലി അല്ല, വെറുതെ ഇരിക്കുന്ന ഒരു ശരീരത്തിൽ സർജറി ചെയ്തതിനോട് അങ്ങ് യോജിക്കുവോ? ഒരിക്കലും അങ്ങനല്ല സാറേ, അങ്ങനെയല്ല. യു സീ നമുക്ക് വെറുതെ ക്രിട്ടിസൈസ് ചെയ്യാനും വെറുതെ സംസാരിക്കാനും അല്ല, ഞാൻ അങ്ങയുടെ ഒരു അഭിപ്രായം ചോദിച്ചാ. നോ, ഐ എം ടെലിംഗ് യു, പ്ലാസ്റ്റിക് സർജറി എല്ലാ സർജിക്കൽ സ്പെഷ്യാലിറ്റിക്കും ഒരു സർജിക്കൽ ആമുണ്ട്. പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ പീഡിയാട്രിക് സർജറി ഉണ്ട്, ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രോ സർജറി ഉണ്ട്. സർജറിക്ക് ഒരു മെഡിക്കൽ കമ്പാനിയൻ എന്ന് പറയുന്നത് സൈക്കാട്രിയാണ്, സൈക്കോളജിയാണ്. അതായത് പ്ലാസ്റ്റിക് സർജറി ഈസ് സൈക്കോളജി വിത്ത് എ നൈഫ്. ഒരു വ്യക്തിയെ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പ്രൊസീജിയറാണ് പ്ലാസ്റ്റിക് സർജറി. സിമ്പിൾ ആസ് ദാറ്റ്. പ്ലാസ്റ്റിക് സർജറി കൊണ്ട് കിട്ടുന്നത്. Question there. Here. As a psychologist, can I have a question there? So if you see a patient, plastic surgery multiple times, ആളുടെ ഒരു അസസ്മെന്റ് നടത്തി, will you refer them to a psychologist? Absolutely. Or a psychiatrist rather than doing a surgery? No, that's when you encounter body dysmorphia. മലയാളത്തിലേക്ക് ഒരു അബ്നോർമൽ ഡിമാൻഡ്സുമായിട്ട് വരുന്ന ഒരു വ്യക്തി, ശരിയാണ്, ഷീ നീഡ്സ് ഹെൽപ്പ്, he or she needs help. അപ്പൊ നിങ്ങളുടെ ടീമിൽ അങ്ങനെ ഒരു അസസ്മെന്റ് നടത്തിയിട്ടാണോ നിങ്ങൾ ആപ്റ്റ് ആണോ സർജറിക്ക്? Absolutely. If that is there, then plastic surgery is not an issue. എപ്പോഴും പ്ലാസ്റ്റിക് സർജറി പ്രശ്നമാണെന്നല്ല നമ്മളും പറഞ്ഞു. ഇപ്പൊ ആക്സിഡന്റ്സ് ഒക്കെ ആക്സിഡന്റ് അതിന് ബെസ്റ്റ് ആണ് സാറേ. ആക്സിഡന്റും ക്യാൻസറും ഒക്കെ മാറ്റി നിർത്തുക. ഐ ആം ടോക്കിംഗ് അബൌട്ട് ബോഡി റീഷേപ്പിംഗ് എന്ന് പറയുന്ന സംഭവം. അതായത് ഒരു പ്രഗ്നന്റ് ആയ ഒരു പ്രഗ്നൻസി കഴിഞ്ഞു, ഒരു സ്ത്രീ ഡെലിവറി ചെയ്തു, അമ്മയാണ്, 2 കുട്ടികളുണ്ട്. നൗ വാട്ട് ഹാസ് ഷീ സാക്രിഫൈസ്ഡ്? ഹസ്ബൻഡ് സാക്രിഫൈസ് ചെയ്തതിനെക്കാട്ടിലും എത്രയോ അധികമാണ് ആ സ്ത്രീ സാക്രിഫൈസ് ചെയ്യുന്ന. അവരുടെ സൗന്ദര്യം സാക്രിഫൈസ് ചെയ്ത് അവർ കണ്ണാടി നോക്കുമ്പം വേറൊരു രൂപമാണ് കാണുന്നത്. ഇസ് ഇറ്റ് എ ക്രൈം ഫോർ ഹർ ടു വിഷ്? അവര് പഴയ ഒരു 25-ാമത്തെ വയസ്സിൽ അവരെങ്ങനെ ഇരുന്നു എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? സർജറി ഇല്ലാതെ തിരിച്ചു പോകാൻ പറ്റുമോ? Can you do it? ഞാൻ ചെയ്തിട്ടില്ല. One second. I'll tell you something. 5 എൻ്റെ അടുത്തൊരു 5 പേര് ഇത് വരുമ്പം ഞാൻ 2 പേരെ ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ ചെയ്തു കൊടുക്കുന്ന റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള 2 പേരെ 1-2 പേരെ ഞാൻ ചെയ്യാത്തുള്ളൂ. ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഗുഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അത് ഡയറ്റ് ആയാലും ഫിറ്റ്നസ് ആയാലും സർജറിക്ക് മുന്നേ പറഞ്ഞു കൊടുക്കാലോ. അതെ, എനിക്ക് ചെയ്യാലോ. ഒരു സെക്കൻഡ്, എനിക്ക് അതിനുള്ള ആൻസർ ഞാൻ പറയാം. എനിക്കിപ്പോ 2 മണിക്കൂർ രാവിലെ 2 മണിക്കൂർ വൈകുന്നേരം ഒരു ജിമ്മിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ വെയിറ്റ് 70 കിലോ ആണോ, ആ 70 കിലോയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ 70 കിലോയിൽ നിന്നും 75 കിലോയിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇനഫ് ഫോർ മീ. ഐ ക്യാൻ പുട്ട് യു ഇൻ എ ഗുഡ് ഷേപ്പ്. നിങ്ങൾ ജിമ്മിൽ പോയി 1 മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യണം നിർബന്ധമില്ല. വാട്ട് എവർ യു ആർ ഡൂയിങ്, യു ഡു ഇറ്റ്. ഐദർ യു മാനേജ് ഇറ്റ് വിത്ത് വർക്ക്ഔട്ട് ഓർ യു മാനേജ് വിത്ത് ഡയറ്റ്. സാർ, അത് ചെയ്യണോണ്ട് നമ്മുടെ ഓർഗൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിന്റെ ഫംഗ്ഷൻ നോർമൽ ആണ്, ബാക്ക് ടു 25-ലോട്ടൊക്കെ വരുന്നില്ല. സാർ മനസ്സിലായോ? അവരാ സർജറി ചെയ്തുകൊണ്ടോ സാർ ഒരു എന്താ കാലിസ്റ്റനിക് ഫിസിക്സ് തോന്നൽ മാത്രം, തീർച്ചയായിട്ടും തോന്നലാണ്. നമ്മളിപ്പോ മേക്കപ്പ് ചെയ്യുമ്പോഴോ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, അതേസമയം നോക്കുമ്പോ കൊള്ളാലോ എന്ന് തോന്നുന്ന ഒരു ഇഫക്റ്റ്. അതേസമയം ആ വ്യക്തി 1-2 മണിക്കൂർ ഒരു ദിവസത്തില് ഫിറ്റ്നസിന് വേണ്ടി ചെലവഴിച്ച് ഇതെല്ലാം തിരിച്ചു കിട്ടും അവർക്ക്. 5-ൽ 2 പേരെന്ന് പറയുന്നത് പുള്ളിനല്ല പറഞ്ഞേ, സർജറി ചെയ്യണവരെ കാര്യം പറഞ്ഞു. അതെ, അതാ പറഞ്ഞേ. അതായത് ബാക്കി 3 പേരും ചിലപ്പോ ആ രീതിയിൽ ചിലർക്ക് ആവശ്യം, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ആവശ്യം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. വെയിറ്റ് ഗെയിൻ ചെയ്ത ഒരാൾക്ക് വെയിറ്റ് റിഡക്ഷൻ ഇസ് വെരി ടഫ് ആൻഡ് മെയിൻ്റെനൻസ് ഇസ് ലിറ്റിൽ ബിറ്റ് മോർ ഈസി. അപ്പൊ ആ വെയിറ്റ് റിഡക്ഷൻ ആണ് ഡോക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. പല ടൈപ്പ് ആൾക്കാരുണ്ട്, പല ടൈപ്പ് അപ്പൊ പേഴ്സൺ ടു പേഴ്സൺ, ഇഫ് എ പേഴ്സൺ ഇസ് അത് വെയിറ്റ് റിഡക്ഷന് വില്ലിംഗ് ആണ്, ഹീസ് നോട്ട് ഗോയിങ് ടു കം ടു ദ ഡോക്ടർ. അപ്പൊ ഡോക്ടറെ വന്ന് കാണുന്നവർക്ക് വെയിറ്റ് റിഡക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദം. അപ്പോൾ വൺസ് ആ വെയിറ്റ് റിഡക്ഷൻ ഈസി ആയിട്ട് ഡൺ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ അസസിങ് എത്രത്തോളം അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഐഡിയൽ പേഷ്യന്റ്, എനിക്ക് ഒരു ബോഡി റീഷേപ്പ് ചെയ്യാനുള്ള ഐഡിയൽ പേഷ്യൻ്റ് എന്ന് പറയുന്നത് അവർ വർക്കൗട്ട് ചെയ്ത്, അവർക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്ത്, അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം റെഡ്യൂസ് ചെയ്തതിന് ശേഷം stubborn fat റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. They have reached a point. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു തീർന്നു. ഇനി what else to do? അവരാണ് എൻ്റെ അടുത്ത് വരേണ്ടത്.
സിമ്പിൾ ആസ് ദാറ്റ്. അഞ്ചു പേരിൽ 3 പേരെ നിങ്ങൾ വെറുതെ വിടുന്നുവെങ്കിൽ 2 പേര് മാത്രം സർജറി ചെയ്യുന്നുവെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. ബട്ട് ദ പ്രോബ്ലം ഇസ് വെൻ യു പ്രിപ്പയർ ഒരു സ്റ്റാൻഡേർഡ് നോം ഉണ്ടാക്കാണ്. പ്രസവം കഴിഞ്ഞാൽ സ്ത്രീയുടെ ബ്രസ്റ്റ് സാഗ് ചെയ്യാൻ പാടില്ല, വയറ് ചാടാൻ പാടില്ല. അല്ല, അങ്ങനെ ഒരു നോം സെറ്റ് ചെയ്യുന്നതിൽ പകരം നമുക്കിപ്പോ നമ്മുടെ അമ്മമാര് കുറച്ച് വണ്ണം വെച്ചു ഓർത്തിട്ടോ അല്ലെങ്കിൽ തടി വെച്ചു ഓർത്ത് സ്നേഹം കുറയാനൊന്നും പോകുന്നില്ല. പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് നോം ആകാതിരുന്നാൽ ഇറ്റ്സ് ഫൈൻ. Who sets the norm? Society sets the norm. I didn't set the norm. ഞാനല്ലല്ലോ സെറ്റ് ചെയ്തത്. I am helping you. I'm helping someone. But I didn't set the norm. Unless and until there is a health condition, you can go for that. പക്ഷേ ഒരു ഡെലിവറി കഴിഞ്ഞാൽ this is the thing you have to go എന്നുള്ളൊരു സാധനം സെറ്റ് ചെയ്യാൻ പാടില്ല. I'll tell you, ma'am, you should not be saying that because കുറച്ച് മലയാളം ഇത് നമ്മൾ ഇത് ശരിക്കും സൈക്കോളജിസ്റ്റ് ആണ് പ്രകോപിപ്പിച്ചത്. ഇംഗ്ലീഷ് ഇത് ശരിക്കും കോൺഫിഡൻസിനെ എഫക്ട് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഞാനല്ലത് തീരുമാനിച്ചത്. ഇറ്റ് കുഡ് ബി ഐ ഡോണ്ട് ഹാവ്. ഞാൻ താങ്കളുടെ അടുത്ത് ഇത് പറയേണ്ട കാര്യമില്ല. അത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആയിരിക്കാം, അവരത് അങ്ങനെ പെർസീവ് ചെയ്തത്. എന്റെ അടുത്ത് വരുന്നത് കോൺഫിഡൻസിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതെ എന്റെ അടുത്ത് വരുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ്. ഞാനത് സോൾവ് ചെയ്യുന്നു എന്നുള്ളത്. ചിലരും കൂടെ എന്റെ നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ദാറ്റ് ഐ എം സീയിങ് ഇസ് നമ്മൾ തീരുമാനിക്കാണ് വേറൊരാൾക്ക് വേണ്ടിയിട്ട് അവര് ചെയ്യണത് ശരിയാണോ തെറ്റാണോ എന്ന്. എനിക്ക് നാളെ പൈസ ഉണ്ട്, എനിക്കത് ചെയ്യണമെന്ന് തോന്നിയാൽ there's nothing wrong in doing it. അത് അതിന്റെ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേഴ്സൺ ആൻഡ് ദ ഡോക്ടർ ഓർ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ടെൽ ദം എന്താണ് ഇതിന്റെ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ ഇതിന്റെ റുട്ടീൻ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ഒരിക്കലും അത് അങ്ങനെ ആവുന്നില്ല. ഇന്ന് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ളത് പോലെ തന്നെ ഒരു വേറൊരു വിഭാഗമുണ്ട്. ഒരു ഫേഷ്യൽ സ്ട്രക്ചർ, അവരുടെ സ്വന്തം ബോഡി, അങ്ങനെ ഒരു അതിനെ ഡിസീസ് എന്ന് തന്നെ ഞാൻ പറയില്ല. ഐ മീൻ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് തന്നെ വേറൊരു വേർഡ് ഉണ്ട്. ഐ ഡോണ്ട് നോ അബൌട്ട് ബോഡി ഡിസ്മോർഫിക് disorder. I have a friend who is a supermodel over in Delhi. She worked with Torani. ഞാൻ അവിടെ ടൊറാനിയിൽ വർക്ക് ചെയ്യാൻ പോയപ്പോൾ like she has that. I mean completely face, nose. She don't want her natural face at all. സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിപ്പോ വെയിറ്റ് കൂടിയാലും അവർക്ക് ഒരു പ്രശ്നമില്ല, അവരത് ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവര് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ആൾക്കാരെ നമ്മൾ കാണുന്നുള്ളൂ മാത്രമാണ് അവിടെ ബാക്കി ബാലൻസ് ഒരുപാട്. അല്ല, അതാ ഞാൻ പറഞ്ഞത് കോൺഫിഡൻസ്. അത് ശരിക്കും കോൺഫിഡൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന നല്ല കാര്യമാണ്. അതാ പുള്ളി പറഞ്ഞു 5-2 പേരെന്ന് പറഞ്ഞതിന്റെ കാരണമാണ് പുള്ളി പറഞ്ഞത്. അല്ല, ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് എന്ത് ചെയ്യണമെന്ന് വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതൊരു പ്രോപ്പർ ആയിട്ട് ഒരു ഡോക്ടറിന്റെ അടുത്താണെങ്കിൽ ഹി സേഫ്, ഹി ഓർ ഷീ സേഫ്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം ആളുകളെ മാത്രം അലട്ടുന്ന പ്രശ്നമല്ലേ? ഇതിപ്പോ ഭൂരിപക്ഷം അവരെ തൊഴിലിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ പലപ്പോഴും അവരുടെ ബോഡി ഷേപ്പും രൂപവും എല്ലാം അവര് അല്ലെ. A person should absolutely live their authentic life. Authentic ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം അവർ ലിവ് ചെയ്യുന്നത്. ഈ authentic life എന്ന് പറയുമ്പം അത് ചിലപ്പം എന്റെ ഏറ്റവും authentic ആയിട്ടുള്ള സെൽഫ് ചിലപ്പം പ്ലാസ്റ്റിക് സർജറിയിലൂടെ ആയിരിക്കും ഞാൻ അച്ചീവ് ചെയ്യുന്നത്. Authentic self-നെ പറ്റി ഡിസ്ക്രൈബ് എനിക്ക് മനസ്സിലായി. Authentic self എന്ന് പറയുമ്പം ഇപ്പം താങ്കൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പം കാണുന്നത് ഇഷ്ടം ആവുന്നുണ്ടോ? അപ്പം അതാണ് താങ്കളുടെ ഒത്തന്റിക് സെൽഫ്. അപ്പൊ വേറെ ആളായി മാറണമെങ്കിൽ ഞാൻ ഒത്തന്റിക് സെൽഫിനെ അവിടെ മാറ്റേണ്ട കാര്യമില്ലല്ലോ. ചിലവർ കണ്ണാടിയിലേക്ക് നോക്കുമ്പം ഒയ്യോ ഇത് മാറ്റിയിരുന്നെങ്കിൽ ആ ഒരു ചെറിയ ഇൻസെക്യൂരിറ്റി ആയിരിക്കും. അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ പ്രൊസീജിയർ ആയിരിക്കും. ഇറ്റ് കുഡ് ബി സംതിങ് ദാറ്റ് എ ഡോക്ടർ മൈ ഡു വിത്തിൻ 5 minutes. പക്ഷെ ആ ഒരു ചെറിയൊരു മൈനർ മോഡിഫിക്കേഷൻ കൊണ്ട് ആ ഒരു വ്യക്തിക്ക് ഒരു ലൈഫ് ടൈം ഓഫ് ഹാപ്പിനെസ് ആയിരിക്കും ചിലപ്പം കിട്ടുക. അപ്പം അതായിരിക്കും അവരുടെ ഒത്തന്റിക് സെൽഫ്. ബട്ട് ഇറ്റ് കുഡ് ഓൾസോ ഹാവ് ദി ഓപ്പോസിറ്റ് എഫക്ട്. അതായത് ഇപ്പോൾ ഒരു ചേഞ്ച് ആയിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ചേഞ്ച് നമുക്ക് ചെയ്ത് കിട്ടി. അത് ചെയ്ത് കിട്ടിയപ്പോഴേക്കും ഇതും കൂടി തെറ്റായിരുന്നോ, ഇതും കൂടി എനിക്ക് മാറ്റണം എന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഒരു റാബിറ്റ് ഹോളിലോട്ട് ഡിസെൻഡ് ചെയ്യാനുമുള്ള ചാൻസ് ഉണ്ട്. മനുഷ്യൻ അത്യാഗ്രഹിക്കുക. ഒരിക്കലും ഒരെണ്ണത്തിൽ മനുഷ്യനെ തൃപ്തിപ്പെട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഒന്നും കഴിയുമ്പോൾ അടുത്ത് വേണം, അത് കഴിയുമ്പോൾ ഇത് വേണം, അത് കഴിയുമ്പോൾ അത് അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഒത്തന്റിക് ആയിട്ടൊന്നും ഒരിക്കലും ഒരു മനുഷ്യൻ ജീവിതത്തിൽ മരിക്കാനൊന്നും പറ്റത്തില്ല. പൈസ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സർജറിക്കോ മറ്റു കാര്യങ്ങൾക്കോ പോവാൻ പറ്റാത്ത ഒരാളാന്നിരിക്കട്ടെ, എല്ലാവരും വ്യത്യസ്തരാണ് അല്ലേ, ഒരാളെ പോലെയല്ല മറ്റൊരാള്. അപ്പൊ അല്ലാതെയും കുറെ കാര്യങ്ങൾ ഒരു മേക്ക് ഓവർ ഒരാൾക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ
ചെയ്താലും കൊണ്ടുവരാൻ പറ്റും. അതിന് നമുക്ക് ഇതുപോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ഞാൻ പറയുന്നില്ല, വലിയ വലിയ ഈവൻ ഞാൻ ഇത്രേ ഉള്ളൂ, പൈസ ഇല്ലാത്ത ഒരാൾക്കും ചെയ്യും. ഇപ്പോൾ ഒരാളുടെ ഹെയർ സ്റ്റൈൽ സിമ്പിളായിട്ട് അവരുടെ ഫേസിന് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റി കഴിഞ്ഞാൽ പറ്റും. ഇതൊക്കെ അവരുടെ കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഫിറ്റ്നസ്, നേരത്തെ നമ്മൾ പറഞ്ഞ ഫിറ്റ്നസ്, ഈവൻ പേഴ്സണൽ ഹൈജീൻ, പിന്നെ അതുപോലെ തന്നെയാണ് അവരുടെ ഓവറോൾ പോസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാൻ പറ്റും. ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഓക്കെ, ഫിസിക്കൽ അപ്പിയറൻസ് ഒരു വിഷയമേ അല്ല. ബട്ട് ഇത് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ ഡോക്ടറെ, ഇതൊക്കെ സമൂഹത്തിന്റെ ഒരു ബാധയാവരുത്. ബാധ അത് ശരിക്കും ഒരു ഹെൽത്തി സൊസൈറ്റിയിൽ അതൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടാണോ ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത്? ആണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സാറ് അത് മൂവി ഇൻഡസ്ട്രിയിൽ പറ, മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ പറ, മാട്രിമോണി സൈറ്റ് അല്ല, ഫിസിക്കൽ അപ്പിയറൻസിന് യാതൊരു പ്രസക്തിയും ഇല്ലെന്ന് മാട്രിമോണി സൈറ്റ്സിൽ പറ, ഡേറ്റിംഗ് സൈറ്റ്സിൽ പറ. ഒരു ജോബ് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിന് ഒരു പ്രസക്തി ഇല്ലെന്ന് പറ. ക്യാൻ യു സേ ദാറ്റ്? It is important. Society has made it that way. പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇതെന്താ പറ്റിയതാ? ചെറുതിൽ എനിക്ക് പറ്റിയ ഒരു മാർക്കാണ് അതെനിക്ക്. ഞാൻ ഏവിയേഷനിൽ ഞാൻ അന്ന് എയർ ഹോസ്റ്റസ് അങ്ങനത്തെ കുറച്ച് മേഖലകളായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്നെ ഫൈറ്റ് ബാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫയർ ബാക്ക് ചെയ്തൊരു ബുദ്ധിമുട്ടാണ് ഈ പാട്. പക്ഷെ ഞാൻ I didn't take care of it. ഞാൻ അതിന്റെ പിന്നാലെ പോയില്ല. ബിക്കോസ് I was comfortably, എനിക്കിത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ എനിക്കിതൊരു എനിക്ക് അങ്ങനെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ സൽമാൻ ഇപ്പൊ നല്ലൊരു പ്ലാസ്റ്റിക് സർജൻ ഉണ്ടായിരുന്നെങ്കിൽ സൽമാൻ ഇപ്പൊ ഏവിയേഷനിൽ നിൽക്കായിരുന്നു. സമയമാണിത്, ഇതൊരു എസെൻഷ്യൽ ആവുന്ന സമയമാണ് ഇത്. ചിലപ്പോ എനിക്ക് നാളെ എന്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ചിലപ്പോ ഞാൻ ചെയ്തുകൂടാന്നുമില്ല. സൽമാൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഇൻഫ്ലുവൻസ് ആയി എനിക്ക് മുടി വെക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ കടക്കണിയിലായ ഒരുപാട് പേരെ എനിക്കറിയാം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എന്റെ ചേട്ടൻ കല്യാണത്തിന് മുന്നേ വന്നിട്ട് മുടി കഷണ്ടിയായിരുന്നു. ആള് ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്തിട്ട് പോയി. പിന്നെ വരുമ്പോഴത്തേക്ക് മുടിയില്ല. എന്താ മെയിൻറ്റെയിൻ ചെയ്യാൻ? ഡോക്ടർ പറഞ്ഞില്ല ഈ അഞ്ചിൽ 2 പേരിൽ ബാക്കി 3 പേര് പെടുന്ന ആളാ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വീണ്ടും മുടി പോയി. വെറുതെ ലോസ് ഓഫ് മണിയാണ്. എന്തിനാണ്? കല്യാണത്തിന് കുറച്ച് ഫോട്ടോസ് കിട്ടി, അതുകൊണ്ട് ഭാര്യ ഇട്ടിട്ട് പോകണ്ടോ ഈ മുടി പോകുമ്പോഴത്തേക്കും? ഇല്ലല്ലോ, അവർ സുഖമായി ജീവിക്കുന്നു. ഞങ്ങള് ഇവിടെ സംസാരിച്ച ആൾക്കാരെല്ലാവരും പ്ലാസ്റ്റിക് സർജറി എന്തോ വലിയൊരു അപകടമാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞാനും ഡോക്ടറും കൂടെ കുറച്ച് മുമ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുകയത്. അപ്പൊ ഡോക്ടർ എന്റെ അടുത്തൊരു കഥ പറഞ്ഞു. ഒരു പയ്യൻ 25 വയസ്സുള്ള ഒരു പയ്യൻ ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ഡൈവോഴ്സ് ആയി. അതിന്റെ കാരണം ഡോക്ടർ അന്വേഷിച്ചപ്പോഴാണ് ഈ പെണ്ണ് പറയുന്നു ഇവൻ ഒരിക്കലും ഷർട്ട് ഊരൂല്ല, അല്ലെങ്കിൽ എന്തോ ദുരൂഹതയുണ്ട് എന്നുള്ളത്. ആക്ച്വൽ പ്രോബ്ലം ഇല്ല. അവന് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ഥാനമാണ്. അപ്പൊ അത് ഡോക്ടർ ട്രീറ്റ് ചെയ്ത് ശരിയാക്കി കൊടുത്തു. അത് തെറ്റാണോ ശരിയാണോ? അതെ. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നതിനെ പൊതുവായിട്ട് നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല. അത് ഇറ്റ് ഈസ് എ ലൈഫ് ഗിവിംഗ് സപ്പോർട്ട് ഫോർ സോ മെനി പീപ്പിൾ. അതിനെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് സൊസൈറ്റിക്ക് ഗുണകരമായിട്ട് മാറണല്ല. ഇതുപോലത്തുള്ള കോസ്മെറ്റിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിപ്പോസെക്ഷൻ ആയിക്കോട്ടെ, അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് വെയിറ്റ് ഉള്ളവർക്ക് അത് കുറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ചെയ്ത് പിന്നീട് അവരെ ഫോളോ അപ്പ് ചെയ്യാൻ നല്ലതായിരിക്കും. അല്ലാതെ ഇത് കണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ ഡോക്ടേഴ്സ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. പണ്ടൊന്നും ഡോക്ടേഴ്സ് ഇല്ലായിരുന്നു, തിരക്കായിരുന്നു. അവർക്ക് ബിസിനസ് ഇല്ലാത്തോണ്ടിട്ട് ഭയങ്കര എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യത്തിന് മാത്രമല്ല ഒരു വ്യക്തിയെ നിർണ്ണയിക്കുന്നത് അവന്റെ സ്കിൽ, ടാലന്റ് എല്ലാമാണ്. ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഒരു കുയിലിന്റെ നാദം കേട്ടിട്ടാണ് എല്ലാവരും കുയിലിനെ ഇഷ്ടപ്പെടുന്നത്. അതിന്റെ സൗന്ദര്യം മാത്രമല്ല, അതിന്റെ സൗണ്ടും അതിന്റെ സ്കില്ലും എല്ലാം കൂട്ടിയിട്ടാണ്. അപ്പം ഒരു അതല്ല, നല്ല സ്കില്ലും അവരുടെ പേഴ്സണാലിറ്റി എബിലിറ്റി അതുള്ളവർക്ക് എല്ലാം സൗന്ദര്യം മാത്രം നിർണ്ണയിക്കുന്ന ഒരു ജീവിതത്തിൽ ഒരു പങ്ക് അങ്ങനെ ഇല്ല. ഒരു സ്കില്ല്, സൗന്ദര്യം ഉണ്ട്, എന്നാ ഈ സ്കില്ല് ടാലന്റ് ഒക്കെയാണ് മെയിൻ ആയിട്ട് പ്രധാനം. ജെൻസിയാണോ? കൊല്ലം നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, ജെൻസി തന്നെ ആവേണ്ടി വരും. ഈ മനുഷ്യനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ഫുൾ ടൈം ഇരുന്ന് ചിരിക്കുന്നു. അല്ല, നമ്മളെ മനസ്സിനെ നമ്മൾ തന്നെ ബോധ്യപ്പെടുത്തണം. ഐ ആം ഹാപ്പി, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, ഐ ആം പോസിറ്റീവ്, ഐ ആം
പീസ്ഫുൾ, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം സ്ട്രോങ്, ഐ ആം സ്ട്രോങ്, ഐ ആം അമേസിംഗ്, ഐ ആം വണ്ടർഫുൾ. നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നത്. അല്ല മാത്രല്ല താങ്കൾ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഞാനൊരു സംഭവം അല്ല നമ്മൾ ജിമ്മൊക്കെ എടുക്കില്ലേ അതേമാതിരി മസിലുള്ള ആൾക്കാർ, ചിരിക്കുന്ന ആൾക്കാരിൽ ഈ 2 മസിലില്ലേ, ഈ മസിൽ ഉയർന്നുള്ള ആൾക്കാരാണ് ജിമ്മിലൊക്കെ എടുക്കുന്ന ആൾക്കാർ. അടുത്തൊരു ഡോക്ടർ ആയിരിക്കും. അതെ, അല്ല നിങ്ങൾ നോക്കിക്കോ, ചിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ നോക്കിക്കോണ്ട് ഈ 2 മസിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവര് ചിരിക്കുന്നവരായിരിക്കും. നമുക്ക് ഞാൻ വല്ലാണ്ട് താന്നിരിക്കുന്നവരാണെങ്കിൽ അത് ചിരിയുടെ അളവ് കുറവായിരിക്കും. ചേട്ടൻ പറഞ്ഞൊരു ഇത് 2 മേലെ ജിം എടുക്കുന്ന ആൾക്കാരില്ലേ, ജിം എടുക്കുമ്പോ എല്ലാരും മുഖം സ്ക്വീസ് ചെയ്യുന്നേ മസിൽസ് അവിടെ വർക്ക് ചെയ്യുന്നതിന് കാണാം. അല്ലാണ്ട് ഇവര് പറയുന്ന എന്ത് സ്റ്റഡിയുടെ ബേസിലാണ് ഈ 2 മസിൽ മേലെ നിൽക്കുമ്പോ ബ്രെയിൻ പറയും ഹാപ്പിയാണെന്ന്. എനിക്കറിയത്തില്ല. സ്കെയില് അല്ലെങ്കിൽ വടി എടുത്തോ, വെറുതെ വായിക്കാത്ത വെറുതെ വട്ടം വെച്ച് കൊടുത്താൽ ചിരിക്കണ്ട, അപ്പൊ ബ്രെയിൻ പറയും ഹാപ്പിയാണെന്ന്. ബ്രെയിൻ അറിയാം. 400ഓളം സ്റ്റഡീസ് നടന്നിട്ടുള്ള കേസാണ്. നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് ആണല്ലേ? തീർച്ചയായിട്ടും. ഡോക്ടറെ, ഈ ആരും പ്ലാസ്റ്റിക് സർജറിക്ക് എതിരൊന്നുമല്ല ഡോക്ടറെ. ഇത് എല്ലാ സംഭവം ഒരു ചൂഷണത്തിന്റെ മുഖം പുറത്ത് കാണിക്കുമ്പോഴേ ഉള്ള ടെൻഷൻ ഉള്ളൂ. കാര്യം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന, ഞാൻ ഡോക്ടറോട് അറിവിലേക്കായി പറയാണ്, ഈ ഡ്രഗ്സിനെതിരായിട്ട് ഞാൻ കേരളത്തിലുടത്തോളം 31 ദിവസം ഒരു യാത്ര നടത്തി. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഈ ശീതീകരിച്ച മുറിയിലിരുന്ന് രാജ്യത്തോട് പ്രക്ഷേപിക്കുന്ന സമയത്ത് ഞാൻ ധരിച്ചു കേരളം എല്ലാം സൂപ്പറാ, എല്ലാം കിടിലമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറങ്ങി ഓരോരുത്തരുടെ പടിവാതൊക്കെ ചെന്നപ്പോഴാണ് അവരുടെ പ്രശ്നം പുറത്ത് പറയാൻ പറ്റാത്ത കടക്കണിയിലാണ് മലയാളി. അതെന്ന് വെച്ചാൽ അവൻ്റെ ദൈനംദിന ജീവിതം, അവൻ്റെ ആർഭാടം, അവന് മറ്റുള്ളവർ നടക്കുന്ന രീതി നടക്കുക, അവന് അയലത്തേരെ 2 നിലയ്ക്ക് ഒരു വീട് വെച്ച് അവന് വയ്ക്കുക, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് പിന്നെ കടക്കണി ആ ദുരഭിമാനം കൊണ്ട് പുറത്ത് പറയാനും വയ്യ. ഒരു ദിവസം കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യും. അവൻ പ്രിഫർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മലയാളി തള്ളിവിടുന്നത് ഒരുപക്ഷെ എനിക്ക് പോലും ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിച്ച് പോകും. കാര്യം നമ്മൾ മോഡൽ സെറ്റ് ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും സാറേ. നമ്മുടെ എസ്തെറ്റിക്, നമ്മുടെ സൗന്ദര്യ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്, നമ്മുടെ ഒരുപാട് ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. നമ്മൾ കോവിഡിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു ആവറേജ് ഒരു മലയാളിയുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് ഒരു കൗക്കേഷ്യൻ മെയിലാണ്, അല്ലെ? ഒരു പുരുഷ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു വെള്ളക്കാരന്റെ ശരീരപ്രകൃതിയാണ്. അതായത് ഇവിടെ രാവിലെ എഴുന്നേറ്റ് ഇൻസ്റ്റാഗ്രാം നോക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അവന്റെ കണക്ക് ബോഡിയും പുള്ളിക്കാരന്റെ കണക്കുള്ള ഹെയർ സ്റ്റൈലും, അത് നമ്മളൊരു മലയാളിയാണ്, റേഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ ഒരു വൈറ്റ്, ഒരു കൗക്കേഷ്യൻ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിലേക്ക് എത്താൻ പറ്റുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് നമ്മൾ കാണുന്ന ഇതാണ്. നമ്മുടെ കൺസെപ്റ്റ് തന്നെ മാറിപ്പോയി എന്നുള്ളത് സത്യമാണ്. വാട്ട് യു ആർ സെയിങ് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. നമ്മുടെ നമുക്കൊരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തി. അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന പൈസയുടെ കാര്യത്തിലായാലും യുനോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു ഷുഡ് ബി ഹാപ്പി. നമ്മൾ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അത് ആ ഹാപ്പിനെസ് അബ്സല്യൂട്ട്ലി. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷി, പുറത്തുള്ള കക്ഷി ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി ഒരുപാട് തവണ ഇപ്പൊ ചെയ്തിട്ടുണ്ടാവും. ഷീ ഈസ് മേക്കിംഗ് അമേസിംഗ് മണി ഓൾസോ. ഇന്ന് രക്ഷപ്പെടുന്നവരുണ്ട്, കടക്കണിയിലാവുന്നവരുണ്ട്. പക്ഷെ അതൊരു പെർസെന്റേജ് വൈസ് ഇറ്റ്സ് വെരി ലോ. അല്ല, ഒരു വിഭാഗം, ചെറിയൊരു വിഭാഗം. അത് ഇവിടെ സുഹൃത്ത് റൊണാൾഡോനെ പോലെ ഉള്ള ലൈഫ് സ്റ്റൈല്, ബോഡിയൊക്കെ ഫുട്ബോൾ കളിക്കാൻ നോക്കുന്നില്ല. എക്സാമ്പിൾ അവിടെ സെറ്റ് ചെയ്യുന്നില്ല. റൊണാൾഡോ ബോഡി വേണം, സ്കിന്ന് വേണം. പക്ഷെ റൊണാൾഡോ ഫുട്ബോൾ കളിക്കാൻ നോക്കാത്ത എന്താണ്? അപ്പൊ എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നു. വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മറുപടി പറയണം. അതെ, സാറേ, ഈ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് സൊസൈറ്റിയാണ് ഇപ്പൊ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഒരു കമ്പനിയിലോട്ടൊക്കെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ സുന്ദരിയായ ഒരു കുട്ടീനെ എടുക്കുള്ളൂ. നമ്മുടെ ഏതൊരു ഫ്രണ്ട് റിസപ്ഷനിൽ നോക്കിക്കോ, നിറവ്യത്യാസം അവിടെ കാണാൻ പറ്റും. ചിരിച്ച് സുന്ദരിയായ നല്ല സ്മാർട്ട്നെസ് പ്രധാനമോ? തീർച്ചയായിട്ടും. അതിന്റെ കൂടെ ഈ മുഖ സൗന്ദര്യത്തിനാണ് ഇമ്പോർട്ടൻസ്. അല്ല, അതൊരു ബിസിനസിന്റെ പാട്ടാണ്. എങ്കിൽ പോലും ഭയങ്കര കഴിവുള്ള ഇവര് പറഞ്ഞ, അല്ലെങ്കിൽ ഇത്രയും പേര് സംസാരിച്ച ബ്യൂട്ടി, കാരണം മുഖ സൗന്ദര്യമാണല്ലോ നമ്മളുടെ മലയാളികൾ, അല്ലെങ്കിൽ ലോക കാഴ്ചപ്പാടിൽ നിറം ഉള്ളവര്, നല്ല പുഞ്ചിരുള്ളവർ. അതെന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇവര് പറഞ്ഞ അപ്രോച്ച്, മുഖം ഒരു സൗന്ദര്യം, ഒരു ഭാഗം മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം.
പക്ഷെ നമ്മുടെ ഈ സൊസൈറ്റി അതിനെ ഒരു പരിധിവരെ ഇല്ലാതാക്കിയുണ്ട്. ഇപ്പൊ ഒരു പരസ്യം എടുക്കണമെങ്കിൽ ഭയങ്കര സൗന്ദര്യമുള്ള ഒരാൾ എടുക്കുള്ളൂ. നമ്മളെ എന്ത് പ്രോഡക്ട്സും എന്താ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്. വെളുക്കാൻ, അല്ലെ മുഖത്തിന്റെ കറുപ്പിനെ മാറ്റാൻ, ചുണ്ടിന് ചുമപ്പ് നൽകാൻ, നമ്മൾ ഒതുങ്ങി ജീവിക്കാൻ പറ്റുന്ന, അത് അത്യാഗ്രഹമില്ലാതെ നമുക്ക് സൗന്ദര്യം. ഇപ്പോൾ ഒരുപാട് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പല്ലുകൾക്ക് എന്തെങ്കിലും പോരായ്മ അല്ലെങ്കിൽ മുഖത്തിനൊരു പോരായ്മ, അഭംഗിയാണെങ്കിൽ, ഞാൻ സാധാരണ ഭംഗിയല്ല, ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ, കോൾഗേറ്റിന്റെ ആഡ് പല്ലില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ ഒരു സൊസൈറ്റി പല്ലില്ലാത്ത ആളെ എങ്ങനെ കോൾഗേറ്റ് പല്ലിന്റെ സൗന്ദര്യമാണല്ലോ അവിടെ പ്രധാനം. കറുപ്പിനെ വെളുപ്പാക്കാനല്ല, കറുപ്പിനെ നീറ്റാക്കുക, അതായത് നല്ല ഗുഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. വെളുപ്പിനൊരിക്കലും ഇങ്ങനെ സാർ അത് സാർ ശ്രദ്ധിച്ചുണ്ടോ? വെളുത്ത ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ മാത്രമേ അതിനെടുക്കുള്ളൂ. എന്തുകൊണ്ട് നിറം കുറഞ്ഞവരെടുത്തിട്ട് നീറ്റാക്കി? അവിടെ ഒരു ബിസിനസ് തന്നെയാണ്. ഇന്ന് ഒരുപാട് ഏജൻസീസ് ഉണ്ട് ഹൂ ടേക്ക് ദ അണ്ടർ സ്കിൻ ടോൺ. ഞാൻ റീസെന്റ് വർക്ക് ചെയ്യുന്ന ഒരുപാട് മാറ്റം വന്നത് സാറേ, മാറ്റം വന്നിട്ടുണ്ട്. അത് ഉള്ളവർ സംസാരിച്ചുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇന്നും മാറില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ചിലപ്പോൾ വിലക്കേർപ്പെടുത്താനൊന്നും കഴിയില്ല. സമൂഹത്തിൽ മോഡൽ സെറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇവരെ കാണുന്ന ഒരുപാട് ആളുകൾ ഇവരെ അനുകരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ മലയാളി ജനസമൂഹത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളുടെ അനുകരണം പോകാവൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റു വിഷയവുമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ.